ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് PPE-യുമായി ബന്ധപ്പെട്ട കേസാണ് അല്ലെ. ഫിക്സ്ഡ് അസറ്റ് അല്ലെങ്കിൽ പ്ലാന്റ് പ്രോപ്പർട്ടി എക്യുപ്മെന്റ് എന്ന് പറയുന്ന PPE എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് IFRS-ലെ സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആൻഡ് മോർണിംഗിൽ നമ്മൾ അത് കുറച്ച് പറഞ്ഞപ്പോഴും സെഷൻ കട്ടായിരുന്നു. അപ്പോൾ മോർണിംഗത്തെ സെഷൻ എന്തായാലും നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അത് തന്നെ ആയിരിക്കും പറയാൻ പോകുന്നത്. മോർണിംഗിൽ നിന്ന് മിസ്സായവർക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗിലും മൺഡേ അത് തന്നെ ആയിരിക്കും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നൈറ്റ് നമ്മൾ ഇന്നലെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. PPE-ന്റെ ഒരു സൈഡ് നമ്മൾ എന്ത് ചെയ്തതാണ്, സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞതാണ്, എങ്ങനെയാണ് ഇനീഷ്യൽ റെക്കഗ്നൈസേഷൻ നടത്തുക എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. നമ്മൾ ഇന്ന് അതിന്റെ ബാലൻസ് സെഷൻസിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫിക്സ്ഡ് അസറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു PPE കിട്ടിക്കഴിഞ്ഞാൽ ആ PPE-നെ നമ്മൾ എങ്ങനെ ഇനീഷ്യലി റെക്കഗ്നൈസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സിനകത്തിട്ട് എങ്ങനെ ആദ്യം നമ്മൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു നോക്കി. ഒന്ന് മ്യൂട്ട് ആക്കൂ ക്യാമറ, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, നമ്മൾ ഇനീഷ്യലി എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തു ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഇനീഷ്യൽ റെക്കഗ്നൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. ഇനീഷ്യൽ റെക്കഗ്നൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ PPE-യുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട് പിന്നീട് നമുക്ക് വരുന്ന കാര്യം എന്താ, അതിന്റെ ഇയർലി ഡിപ്രീസിയേഷൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞാണ്, ഇയർലി നമുക്ക് പിന്നീട് വരും എന്താണ്, ഇയർലി ഉള്ള ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചു. സ്റ്റാർട്ടിങ്ങിൽ ബുക്ക് ചെയ്യേണ്ട രീതി എന്താണ്, അതിന് ഏതൊക്കെ കോസ്റ്റ് എടുക്കണം, അതിന്റെ ഇൻസിഡന്റ് ആയി നിൽക്കുന്ന ഏതൊക്കെ കോസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം, ഏതൊക്കെ കോസ്റ്റ് ആഡ് ചെയ്യണ്ട എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു മെഷീൻ പർച്ചേസ് ചെയ്തു. അങ്ങനെ നമ്മൾ ആ കോസ്റ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ബുക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇയർ എൻഡ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ മെഷീന്റെ ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ടി വരും. ഡിപ്രീസിയേഷൻ എന്താണെന്നൊരു ചെറിയ ഗ്ലിംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മൂലം, അപ്പൊ ഏത് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ഇന്നലെ കാർ പറഞ്ഞിരുന്നു അല്ലെ, കാർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കാറിന്റെ വില പ്രൈസ് ഡ്രോപ്പ് ആവും. കാരണം എന്താ, കാർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പെർഫോമൻസ് കുറയും, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യും, വിയർ ആൻഡ് ടിയർ സംഭവിക്കും. നമ്മൾ അക്കൗണ്ട്സിന്റെ ലാംഗ്വേജിൽ അങ്ങനെ പറയാം, വിയർ ആൻഡ് ടിയർ. അതായത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിന്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പൊ ആ കുറയുന്നത് നമ്മൾ അക്കൗണ്ട്സിലേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ അസറ്റിനെ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റുകളെ PPE-കളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ചെയ്യുന്നത്. നമ്മൾ അവിടെയാണ് ഇന്നലെ പറഞ്ഞു നിർത്തി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഡിപ്രീസിയേഷന്റെ മെത്തേഡുകളാണ്. ഓക്കെ, ഒരു അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഫിക്സ്ഡ് അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊതുവെ 2 മെത്തേഡുകളാണ് അക്കൗണ്ട്സിൽ യൂസ് ചെയ്യാറ്. നമുക്ക് 2 മെത്തേഡുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. 2 മെത്തേഡ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഡിപ്രീസിയേഷന്റെ ജേർണൽ എൻട്രി എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ്, നിങ്ങൾ അതിൽ ഓക്കെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡിപ്രീസിയേഷന്റെ ജേർണൽ എൻട്രി എന്താണ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്, അതിന് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഡെബിറ്റ് ചെയ്യുക. ടു, ക്രെഡിറ്റ് ചെയ്യേണ്ട എങ്ങോട്ടാണ്, നമ്മൾ ഏത് ഫിക്സ്ഡ് അസറ്റ് ആണോ ആ ഫിക്സ്ഡ് അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കാരണം എന്താ, ഫിക്സ്ഡ് അസറ്റ് കുറക്കുകയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസിനെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ആ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് കിട്ടണം അല്ലെ. ഒരു ഫിക്സ്ഡ് അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അറിയണം, ആ ഫിക്സ്ഡ് അസറ്റിന്റെ എമൗണ്ട് അറിയണം. അപ്പൊ എമൗണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷന് ഞാൻ പറഞ്ഞു 2 മെത്തേഡുകളുണ്ട്. 2 മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക് ആയിട്ടുള്ള 2 മെത്തേഡുകളാണ്, മോസ്റ്റ് ഓഫ് ദ കമ്പനി യൂസ് ചെയ്യുന്ന 2 മെത്തേഡുകളാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡ് SLM മെത്തേഡാണ്. SLM മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ അതിന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫസ്റ്റ് മെത്തേഡ് അതാണ്. രണ്ടാമത്തെ മെത്തേഡ് WDV മെത്തേഡ്. WDV അല്ലെങ്കിൽ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഓക്കെ, സോ ഒരു കമ്പനിക്ക് അവരുടെ ഫിക്സ്ഡ് അസറ്റിനെ ഡിപ്രീസിയേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡിപ്രീസിയേഷൻ ചെയ്യൽ നിർബന്ധമാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ്ഡ് അസറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, PPE ഉണ്ട് എന്നുണ്ടെങ്കിൽ, അക്കൗണ്ട്സിൽ PPE ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇയർ എൻഡ് ആവുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ കൊടുക്കണം. അത് നമുക്ക് നിർബന്ധമാണ്. പല കമ്പനിയും പല ടൈമിൽ ഡിപ്രീസിയേഷൻ ചെയ്യും. ചില കമ്പനി എന്ത് ചെയ്യും, മന്ത്ലി ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ചില കമ്പനി 6 മന്ത് ആകുമ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ അതൊക്കെ എന്താ ചെയ്യുന്നത്, അവരുടെ ഇയർലി ഡിപ്രീസിയേഷൻ എടുത്തിട്ട് അതിനെന്ത് ചെയ്യാണ്, ഡിവൈഡഡ് ബൈ 6 അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 12 ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അതിനെ മന്ത്ലിയിലേക്കും 6 മന്തിലേക്കും ആക്കി മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരും എന്ത് ചെയ്യും,
ഇയർലി എന്ത് ചെയ്യും, കമ്പനിയിലെ ഫിക്സഡ് അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ബേസിക്കലി 2 മെത്തേഡ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം പറഞ്ഞ മെത്തേഡ് എന്താ, SLM മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്നാണ് പറഞ്ഞത് അല്ലേ. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ഒരേ എമൗണ്ട് ഡിപ്രീസിയേഷൻ കൊടുക്കുന്നതിനാണ് എന്ത് പറയാ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. എല്ലാ വർഷവും ഒരേ എമൗണ്ട് ഡിപ്രീസിയേഷൻ കൊടുക്കുക, ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഡിപ്രീസിയേഷൻ തന്നെ എല്ലാ വർഷവും ആ ഫിക്സ്ഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു അസറ്റിനെ സംബന്ധിച്ചിടത്തോളം അസറ്റിന് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് എന്ത്, ലൈഫ്. നമ്മൾ പറഞ്ഞാണ് ലൈഫ് അല്ലെ, അസറ്റിന് എന്തുണ്ടാവും, ലൈഫ് ഉണ്ടാവും. അതായത് ഒരു അസറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും കൂടി ക്ലിയർലി പറയുകയാണെങ്കിൽ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയും. ആ അസറ്റ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വർഷം. ഇപ്പോൾ ചില കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ 5 years ആവാം, ചിലപ്പോൾ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 20 years ആവാം. അങ്ങനെ എല്ലാ അസറ്റിനും എന്തുണ്ടാവും, ഒരു പീരീഡ് ഉണ്ടാവും. അപ്പോൾ വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ എത്ര കാണും, ഒരു 10 year ഒക്കെ കാണും. അതായത് ആ അസറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡ്, അതിനെയാണ് നമ്മൾ എന്താ പറയാ, യൂസ്ഫുൾ ലൈഫ്. അപ്പൊ എല്ലാ ഫിക്സ്ഡ് അസറ്റിനും എന്തുണ്ടാവും, ഒരു യൂസ്ഫുൾ ലൈഫ് ഉണ്ടാവും. നമ്മളെ കമ്പനിയിലുള്ള എല്ലാ അസറ്റുകൾക്കും ഒരു യൂസ്ഫുൾ ലൈഫ് ഉണ്ടാവും. യൂസ്ഫുൾ ലൈഫും ഉണ്ടാവും, അതുപോലെ കോസ്റ്റും ഉണ്ടാവും അല്ലെ, കോസ്റ്റും ഉണ്ടാവും. കോസ്റ്റ് നമ്മൾ ഇന്നലെ നോക്കിയതാണ്, ഇന്നലെ പഠിച്ചാണ് നമ്മൾ എങ്ങനെയാണ് ഒരു അസറ്റിന്റെ കോസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ആ പർച്ചേസ് ചെയ്ത പ്രൈസിന്റെ കൂടെ ഏതൊക്കെ എമൗണ്ട് കൂട്ടാം, എങ്ങനെയാണ് ആ ഒരു അസറ്റ് ഇനീഷ്യൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഇന്നലെ പഠിച്ചാണ്. അത് തന്നെ സെയിം സാധനം തന്നെ. ഓക്കെ, അപ്പോൾ ഒരു അസറ്റിന് എന്തുണ്ടാവും, ലൈഫും ഉണ്ടാവും, കോസ്റ്റും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ ആ മെഷീൻ ഒരു പീരീഡ് ഉണ്ടാവും. ഈ മെഷീൻ കൊണ്ട് മര്യാദക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫും ഉണ്ടാവും. ഈ മെഷീൻ എന്തുണ്ടാവും, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കോസ്റ്റും ഉണ്ടാവും. ഈ 2 നമ്പറുകളും നമുക്ക് എന്തിനു വേണം, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ 2 നമ്പറുകളും വേണം. ഓക്കെ, മൂന്നാമത് ഒരാളും കൂടി വേണം, അതാണ് സാൽവേജ് വാല്യൂ. സാൽവേജ് വാല്യൂ ഇതും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയേണ്ട എമൗണ്ട് ആണ്. എന്താ സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അസറ്റ് യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊരു മെഷീൻ വാങ്ങി, മെഷീന് വയസ്സ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആ മെഷീൻ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡ് പറഞ്ഞിട്ടുള്ളത് 10 വർഷമാണ്. അതായത് നമ്മുടെ മെഷീന് ഏകദേശം 10 year വരെ എന്ത് ചെയ്യും, കമ്പനിയിൽ വർക്ക് ചെയ്ത് പോകും. അങ്ങനെ 10 വർഷം കഴിഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണേ, ഈ മെഷീൻ തൂക്കി വിൽക്കുകയാണ്. 10 വർഷം കഴിഞ്ഞല്ലോ, ഇനി ഈ മെഷീന്റെ പെർഫോമൻസ് ഒന്നും ബെറ്റർ ആവില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. നമ്മൾ അതിനെ സ്ക്രാപ്പ് ആയി വിൽക്കുക എന്ന് പറയും അല്ലെ, സ്ക്രാപ്പ് വിൽക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, വിൽക്കണം. അങ്ങനെ സ്ക്രാപ്പ് വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, ആ സ്ക്രാപ്പ് ചെയ്ത് കളയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയാ, സാൽവേജ് വാല്യൂ എന്ന് പറയാം. അത് ആ മെഷീന്റെ ഏറ്റവും അവസാനമുള്ള വാല്യൂ ആണ്. സ്ക്രാപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് വാല്യൂ കിട്ടുന്നോ ആ വാല്യൂവിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സാൽവേജ് വാല്യൂ. ഓക്കെ, അപ്പൊ ഈ 3 നമ്പറുകളും, ലൈഫ് അറിയണം, ഒരു മെഷീന്റെ കോസ്റ്റ് അറിയണം, ഒരു മെഷീന്റെ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിന്റെ സാൽവേജ് വാല്യൂ അറിയണം. ഇത് 3ഉം അറിയൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നിർബന്ധമാണ്. അറ്റ്ലീസ്റ്റ് SLM മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനെങ്കിലും ഇത് 3ഉം നിർബന്ധമാണ്. നമുക്ക് ലൈഫ് അറിയണം, ഒരു അസറ്റിന്റെ ലൈഫ് അറിയണം, ഒരു അസറ്റിന്റെ കോസ്റ്റ് അറിയണം, ഒരു അസറ്റിന്റെ സാൽവേജ് വാല്യൂ അറിയണം. ഇത് 3ഉം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്രീസിയേഷൻ SLM മെത്തേഡ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു ഉദാഹരണം നോക്കാം. ഒരു എക്സാമ്പിളിന് നമ്മുടെ കമ്പനിയിൽ ഒരു 1 lakh dirhams ഉള്ള ഒരു മെഷീൻ ഉണ്ടായിരുന്നു. നമ്മുടെ മെഷീന് 1 lakh dirhams ആണ് നമ്മുടെ കമ്പനീന്റെ മെഷീന്റെ പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ്. നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇന്നലെ മെത്തേഡ് പഠിച്ച അതേ മെത്തേഡ് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ജസ്റ്റ് പർച്ചേസ് പ്രൈസ് മാത്രമല്ല, ഡയറക്ട്ലി ലിങ്ക്ഡ് ആയി നിൽക്കുന്ന കോസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മെഷീന്റെ എമൗണ്ടിന്റെ കൂടെ അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ നമ്മൾ കൂട്ടും. ഇന്നലെ നമ്മൾ കൂട്ടിയ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചാണ്. ആ മെത്തേഡ് പ്രകാരം ഞാൻ എന്ത് ചെയ്തു, ഒരു മെഷീൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ മെഷീന്റെ ഇനീഷ്യൽ റെക്കഗ്നൈസേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 lakh ആണ്. ഓക്കെ, 1 lakh ആണ് ആ മെഷീന്റെ ഇനീഷ്യൽ റെക്കഗ്നൈസേഷൻ. ആൻഡ് മെഷീന് നമ്മൾ ഏകദേശം ലൈഫ് കാണുന്നത് ഒരു 5 വർഷമാണ്. ഓക്കെ, 5 year ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈഫ് കാണുന്നത്. 5 വർഷം എന്ത് ചെയ്യുള്ളൂ, മെഷീൻ വർക്ക് ചെയ്യും. ആൻഡ് 5ാമത്തെ വർഷം നമ്മൾ മെഷീൻ ഒഴിവാക്കുന്ന സമയത്ത് ഈ മെഷീൻ ഏകദേശം സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ, അങ്ങനെയും പറയാം, സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഏകദേശം 10,000 dirhams ആണ്. ഓക്കെ, മെഷീൻ 1 lakh dirhams ആണ് പ്രൈസ്. നമ്മൾ 5 വർഷം കഴിഞ്ഞ് ഈ മെഷീൻ തൂക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം വരിക 10,000 dirhams ആണ് ഈ മെഷീന്റെ സാൽവേജ് വാല്യൂ വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ SLM മെത്തേഡ് പ്രകാരം ഈ മെഷീന്റെ ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും? SLM മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ സിമ്പിൾ ഇക്വേഷൻ ആണ്, ഒന്നുമില്ല. കോസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക,
സാൽവേജ് വാല്യൂ കുറക്കുക, എന്നിട്ട് അതിനെ ഡയറക്ട്ലി ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ഇക്വേഷൻ ആണ് അല്ലേ. SLM മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടത്, കോസ്റ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്ട്ലി സാൽവേജ് വാല്യൂ കുറക്കുക, എന്നിട്ട് അതിന് എന്ത് ചെയ്യുക, ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ എക്സാമ്പിളിൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 lakh ആണ് അല്ലേ. 1 lakh ആണ് കോസ്റ്റ്. അതിന് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സാൽവേജ് വാല്യൂ എത്രയാണ്, 10,000 ആണ് സാൽവേജ് വാല്യൂ. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 5 വർഷം കഴിഞ്ഞിട്ട് ഈ മെഷീൻ തൂക്കി വെക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂ. ഓക്കെ, 10,000 ഹോൾ ഡിവൈഡഡ് ബൈ മെഷീന്റെ ലൈഫ് എത്രയാ, 5 years. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എമൗണ്ട് കിട്ടും. എത്ര കിട്ടും, ഏകദേശം 18,000 കിട്ടും അല്ലേ. 1 lakh 10,000 കുറച്ച് കഴിഞ്ഞാൽ 90,000. 90 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 18,000 കിട്ടും. 18,000, 18,000 ദിർഹംസോ റിയാലോ റുപ്പീസോ എന്തോ 18,000 നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഈ 18,000 ആണ് നമ്മുടെ ഇയർലി ഡിപ്രീസിയേഷൻ. ഒരു വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇയർലി ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18,000 ആണ്. അപ്പൊ SLM മെത്തേഡ് പ്രകാരം എന്താണ് നമ്മൾ ചെയ്യുന്നത്, എല്ലാ വർഷവും ഒരേ എമൗണ്ട് ഡിപ്രീസിയേഷൻ ആണ് കൊടുക്കുക. ഞാൻ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞ ഡിപ്രീസിയേഷൻ മെത്തേഡ് പ്രകാരം കമ്പനി എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആണ് ഡിപ്രീഷിയേറ്റ് ചെയ്ത് കളയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ഫസ്റ്റ് ഇയർ ആദ്യത്തെ വർഷം അസറ്റ് വാങ്ങി, ആദ്യത്തെ വർഷം ഒരു വർഷം ഉപയോഗിച്ചു, നമ്മൾ എത്ര ഡിപ്രീസിയേഷൻ കൊടുക്കണം, 18,000 ഡിപ്രീസിയേഷൻ കൊടുക്കണം. നമ്മുടെ അസറ്റിന്റെ പ്രൈസ് എത്രയായിരുന്നു, അല്ലെങ്കിൽ കോസ്റ്റ് എത്രയായിരുന്നു, 1 lakh ആയിരുന്നു. 1 lakhൽ നിന്ന് ഡിപ്രീസിയേഷൻ 18,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി അസറ്റിന് എത്ര എമൗണ്ട് ബാലൻസ് ഉണ്ടാവുള്ളൂ, 82,000 ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് 1 ലക്ഷം ആ അസറ്റിന്റെ കോസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യണേ, എല്ലാ വർഷവും ഒരു എമൗണ്ട് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണ്. അസറ്റിന്റെ വാല്യൂ അങ്ങനെ ഒഴിവാക്കുകയാണ്. എന്തിനാ ഒഴിവാക്കുന്നത്, ഈ അസറ്റ് ഉപയോഗിക്കുകയാണ് നമ്മൾ അല്ലേ. ഓരോ വർഷം ഉപയോഗിക്കും തോറും അസറ്റിന്റെ പെർഫോമൻസ് കുറയും, അസറ്റിന്റെ വാല്യൂ കുറയും, അസറ്റിന്റെ പ്രൈസ് അല്ലെങ്കിൽ റീസെല്ലിംഗ് പ്രൈസ് കുറയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണേ, ഒരു എമൗണ്ട് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസിലേക്ക് ഇങ്ങനെ എഴുതി തള്ളുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതി തള്ളാനുള്ള മെത്തേഡ് അല്ലെങ്കിൽ എഴുതി തള്ളാനുള്ള എമൗണ്ട് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് മെത്തേഡ് പ്രകാരം, SLM മെത്തേഡ് പ്രകാരം. SLM മെത്തേഡ് പ്രകാരം നമ്മൾ ഒരു എമൗണ്ട് കണ്ടുപിടിച്ചു. ആ എമൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ വർഷവും ഡിപ്രീഷിയേറ്റ് ചെയ്ത് കളയണം. അങ്ങനെ നമ്മൾ ഒരു വർഷം 18,000 ഡിപ്രീഷിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ വീണ്ടും സെയിം 18,000 തന്നെ എന്ത് ചെയ്യണം, വീണ്ടും ഡിപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞു SLM മെത്തേഡ് പ്രകാരം നിങ്ങൾ സെയിം എമൗണ്ടേ ഡിപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ, വേറൊരു എമൗണ്ടേ നിങ്ങൾ നോക്കൂല, സെയിം എമൗണ്ട്. സോ 18,000 വീണ്ടും ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എത്ര ആവും, 82,000 മൈനസ് 18,000 എന്ന് പറയുമ്പോൾ 64,000 ആവും അസറ്റിന്റെ വാല്യൂ അല്ലെ. മൂന്നാമത്തെ വർഷം തേർഡ് ഇയറോ അതും സെയിം 18,000, 18,000 ദിർഹംസോ റിയാലോ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഡിപ്രീഷിയേഷൻ 18,000 കാണിക്കുന്നതോടുകൂടി അസറ്റിന്റെ വാല്യൂ എത്രയായി മാറും, 46,000 ആയി മാറും അല്ലെ. 64 18 കുറച്ച് കഴിഞ്ഞാൽ അസറ്റിന്റെ വാല്യൂ 46,000 ആയി മാറും. അപ്പോ തേർഡ് ഇയറിൽ നമ്മൾ കമ്പനീന്റെ അക്കൗണ്ട്സ് എടുത്തു നോക്കുമ്പോൾ നമ്മുടെ അസറ്റിന്റെ വാല്യൂ എത്ര ഉണ്ടാവുള്ളൂ, 46,000 ഉണ്ടാവുള്ളൂ അല്ലെ. ഈ 3 വർഷം കൊണ്ട് നമ്മൾ എത്ര ഡിപ്രീസിയേഷൻ ചെയ്ത് കഴിഞ്ഞു, 18,000 ഇൻറ്റു 3 എത്രയാണോ അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്ത് കളഞ്ഞു അല്ലെ. അതിന്റെ വാല്യൂ നമ്മൾ അത്രത്തോളം കുറച്ചു. നാലാമത്തെ വർഷം ആകുമ്പോൾ വീണ്ടും സെയിം 18,000. കാരണം എന്താ, നാലാമത്തെ വർഷവും എല്ലാ വർഷവും നമ്മൾ ഒരേ എമൗണ്ട് തന്നെ ഡിപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. കാരണം എന്താ, നമ്മളെ കമ്പനി ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാ, SLM മെത്തേഡാണ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും സെയിം എമൗണ്ട് ആയിരിക്കും അവർ എന്ത് ചെയ്യുക, ഡിപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ വീണ്ടും നാലാമത്തെ വർഷം 18,000 എന്ത് ചെയ്തു, ഡിപ്രീഷിയേറ്റ് ചെയ്തു. അതോടുകൂടി അസറ്റിന്റെ വാല്യൂ എത്രയായി മാറും, 28,000 ആയി മാറും അല്ലെ. ആൻഡ് അഞ്ചാമത്തെ വർഷം, അതായത് നമ്മുടെ അസറ്റിനെ സംബന്ധിച്ചിടത്തോളം അസറ്റിന്റെ ലാസ്റ്റ് ഇയർ ആണ്, യൂസ്ഫുൾ ലൈഫ് 5 വർഷമുള്ളത് ഈ അസറ്റിന്, അതായത് അസറ്റിന്റെ അവസാനത്തെ വർഷമാണ്. ആ വർഷവും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ 28 മൈനസ് 18,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 എത്തും. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ 10,000 ആണ് എന്ത്, നമ്മുടെ അസറ്റിന്റെ സാൽവേജ് വാല്യൂ. അതായത് 5ാമത്തെ വർഷം നമ്മൾ ഈ അസറ്റ് വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 10,000 ആയിരുന്നു അല്ലെ. ആ 10,000ത്തിലേക്ക് നമ്മൾ എന്തായി, നമ്മുടെ അസറ്റ് എത്തി. അപ്പോൾ SLM മെത്തേഡ് പ്രകാരമാണ് നിങ്ങൾ ഡിപ്രീസിയേഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അസറ്റ് എന്ത് ചെയ്യും, അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് ഇയർ എത്തുന്ന സമയത്ത് ആ അസറ്റിന്റെ വാല്യൂ സാൽവേജ് വാല്യൂവിന് ഈക്വൽ ആയി വരും. ഓക്കെ, അപ്പൊ അസറ്റിന്റെ വാല്യൂ ലാസ്റ്റ് ഇയർ എത്തുമ്പോൾ SLM മെത്തേഡ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായി മാറും, സാൽവേജ് വാല്യൂ ആയി മാറും. അപ്പൊ ഇപ്പൊ ഈ അസറ്റ് ഇവിടുന്ന് വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടുള്ളൂ നമുക്ക്, 10,000 ആണ് നമ്മൾ കാണുന്ന ബുക്ക് വാല്യൂ.
ചിലപ്പോൾ 10,000-നും താഴെ കിട്ടാം. കാരണം എന്താ, മാർക്കറ്റ് വാല്യൂ അതാവണമെന്നില്ല. അപ്പൊ ഇത് ഏതിലെ കഥയാ? ഇത് നമ്മുടെ ബുക്സിലെ കഥയാണ്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സിലെ കഥയാണ് അല്ലെ. അക്കൗണ്ട്സിൽ ഈ അസറ്റിന് എത്രയുണ്ട്? 10,000 ദിർഹംസ് ഉണ്ട് വാല്യൂ എന്ന് വിചാരിച്ച് 10,000 ദിർഹംസ് ഉള്ള ഒരു മെഷീനും കൊണ്ട് നമ്മൾ നേരെ നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങണം, റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇതാ ഞങ്ങളുടെ കയ്യിൽ 10,000 ദിർഹംസിന്റെ ഒരു മെഷീൻ ഉണ്ട്, ഞങ്ങളുടെ അക്കൗണ്ട്സിൽ 10,000 ആണ്, ഞങ്ങളുടെ സാൽവേജ് വാല്യൂ 10,000 ആണ്, 10,000 തരണം എന്ന് പറഞ്ഞാൽ തരണം എന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? 8,000-ന് എടുക്കും, ചിലപ്പോൾ ആൾക്കാർ 4,000-ന് എടുക്കാം, ചിലപ്പോൾ ലക്കി ആയിട്ട് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം? 12,000-ന് എടുത്തേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഒരു പ്രോഫിറ്റും ലോസും ഉണ്ടാവും അല്ലെ. 8,000-ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2,000 ലോസ് ആണ്, 4,000-ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6,000 ലോസ് ആണ്. അതല്ല 12,000-ന് എടുത്തു കഴിഞ്ഞാലോ 2,000 നമുക്ക് പ്രോഫിറ്റ് ആണ്. അത് സംഭവിക്കാം, അത് ആ സമയത്തുള്ള മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് മാറി മറിയാം. പക്ഷെ അൾട്ടിമേറ്റ്ലി SLM മെത്തേഡ് പ്രകാരം നമ്മൾ എങ്ങോട്ട് എത്തും? ആ കമ്പനീന്റെ അല്ലെങ്കിൽ ആ മെഷീന്റെ അല്ലെങ്കിൽ ആ ഫിക്സഡ് അസറ്റിന്റെ സാൽവേജ് വാല്യൂയിലേക്ക് നമ്മൾ എത്തും. അപ്പൊ ഇതാണ് ആദ്യത്തെ മെത്തേഡ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ മെത്തേഡാണ് SLM മെത്തേഡ്. SLM മെത്തേഡ് മനസ്സിലാക്കിയെടുക്കാൻ ഈസിയാണ് അല്ലെ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലായി, ഈസിയാണ്. SLM മെത്തേഡ് പ്രകാരം എങ്ങനെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? ഒരേ എമൗണ്ട് എന്ത് ചെയ്താൽ മതി? എല്ലാ വർഷവും ഡിപ്രീഷിയേറ്റ് ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു ഈ അസറ്റ് വാങ്ങിയ സമയത്ത് ഒരു SLM മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യും? ഒരു എമൗണ്ട് കണ്ടുപിടിക്കും, അത് എല്ലാ വർഷവും എന്ത് ചെയ്താൽ മതി? അങ്ങനെ ഡിപ്രീസിയേഷൻ ഷീറ്റിലേക്ക് അടിച്ചു കൊടുത്താൽ മതി. കമ്പനി പ്രാക്ടിക്കലി എന്താ ചെയ്യുക? ഡിപ്രീസിയേഷൻ ഒരു ഷീറ്റ് ഉണ്ടാവും, ഒരു ഷെഡ്യൂൾ ഉണ്ടാവും, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഉള്ളതാണെങ്കിൽ അക്കൗണ്ട്സിനകത്ത് കാണിക്കും. പൊതുവെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കമ്പനിക്ക് എന്ത് ചെയ്യും? ഒരു എക്സൽ ഷീറ്റ് എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അവരുടെ എക്സൽ ഷീറ്റിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഏതൊക്കെ അസറ്റ് ആണ് ഉള്ളതെന്നുണ്ടാവും. ആ അസറ്റിന്റെ SLM മെത്തേഡ് പ്രകാരം എത്ര ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും? എല്ലാ വർഷവും ഇങ്ങനെ ചാർജ് ചെയ്യും. ഓക്കെ, യൂണിഫോംലി ചാർജ് ചെയ്യും. പക്ഷേ ഇത് പ്രാക്ടിക്കൽ എന്ത് ചെയ്യുന്നില്ല? വളരെ ചുരുക്കം കമ്പനികളെ SLM മെത്തേഡ് പ്രകാരം കൊണ്ടുപോകുന്നുള്ളൂ. അതിന്റെ ഒരുപാട് റീസൺസ് ഉണ്ട്. SLM മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രാക്ടിക്കൽ അല്ല. കാരണം എല്ലാ വർഷവും 18,000 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ വേറെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ ഈ അസറ്റിന് ഒരു റിപ്പയർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഈ അസറ്റിന്റെ വാല്യൂ പെട്ടെന്ന് കുറയുന്ന ടൈപ്പ് ഡിപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് പോലെ ആദ്യം കുറച്ച് ഫസ്റ്റ് ഇയറുകളിൽ ആദ്യത്തെ കുറച്ച് വർഷം കുറച്ച് എക്സ്ട്രാ ചാർജ് ചെയ്യും, പിന്നീട് കുറച്ച് കുറഞ്ഞ് ചാർജ് ചെയ്യുകയൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതൊന്നും ഇതിൽ പോസിബിൾ അല്ല. കാരണം എല്ലാ വർഷവും യൂണിഫോംലി 18,000 ചാർജ് ചെയ്യുന്നത് അല്ലെ. എല്ലാ വർഷവും എക്സ്പെൻസിലേക്ക് 18,000 കറക്റ്റ് പോവാണ്. അസറ്റിന്റെ ലാസ്റ്റ് വർഷം പോലും കറക്റ്റ് 18,000 എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെൻസിലേക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. ഡിപ്രീസിയേഷൻ എന്താണ്? എക്സ്പെൻസ് ആണ്. ഞാൻ പറഞ്ഞു എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ് ഡിപ്രീസിയേഷൻ അല്ലെ. അപ്പൊ കറക്റ്റ്ലി എന്തുണ്ടാവും? നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, P&L എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ അസറ്റ് ഈവൻ 5ാമത്തെ വർഷം എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും, അതായത് അസറ്റ് പണി മുടക്കാനായി, അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പരിപാടി ഫുള്ള് തീരാനായി, ആ തീരാനാവുന്ന സമയത്തും അസറ്റ് എന്തുണ്ടാക്കുന്നുണ്ട്? നമ്മുടെ P&L-ലേക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 18,000 എക്സ്പെൻസ് ഉണ്ടാക്കുന്നുണ്ട്. വാങ്ങിയ അന്നും എന്തുണ്ട്? ഈ അസറ്റിന് 18,000 ഡിപ്രീസിയേഷൻ ഉണ്ട്. അവസാനം പണി നിർത്താൻ നിൽക്കുന്ന സമയത്തും ഈ അസറ്റിന് എന്തുണ്ട്? 18,000 ഡിപ്രീസിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി ഈ മെത്തേഡ് പ്രകാരം വലിയൊരു കമ്പനികളൊന്നും എന്ത് ചെയ്യുന്നില്ല? ഫോളോ ചെയ്യുന്നില്ല. SLM മെത്തേഡ് വളരെ ചെറിയ കമ്പനികൾ എന്ത് ചെയ്യുന്നുള്ളൂ? SLM മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയും SLM മെത്തേഡിൽ അക്കൗണ്ട്സിൽ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നുള്ളൂ. കമ്പനികൾ പൊതുവെ ഫോളോ ചെയ്യുന്നത് 2ാമത്തെ മെത്തേഡാണ്, അല്ലെങ്കിൽ WDV മെത്തേഡ്, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നാണ് എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസറ്റിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ കൊടുക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് വൈസ് നമ്മൾ എന്ത് ചെയ്യണേ? ഡിപ്രീസിയേഷൻ ചെയ്യണം. ഒരു പെർസെൻറ്റേജ്. ഇപ്പോൾ പല അസറ്റിനും പല പെർസെൻറ്റേജ് ആയിരിക്കും. അതിന് പല റൂളുകളുണ്ട്. നിങ്ങളുടെ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഒരു പെർസെൻറ്റേജ് ചൂസ് ചെയ്യാം. പിന്നീട് നിങ്ങൾ ടാക്സ് അടക്കുന്ന സമയത്ത്, കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് UAE-ലാണെന്നുണ്ടെങ്കിലും സൗദിയിലാണെന്നുണ്ടെങ്കിലും കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. ഓക്കെ, കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ ഉണ്ട്. അതായത് കോർപ്പറേറ്റ് ടാക്സ് റൂൾ പ്രകാരം ഓരോ അസറ്റിനും ഇത്ര പെർസെൻറ്റേജ് ഡിപ്രീസിയേഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു റൂൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജേ പാടുള്ളൂ, വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജേ പാടുള്ളൂ. ആ റൂൾ ഉണ്ട്. ആ റൂൾ അനുസരിച്ച് ഡിപ്രീസിയേഷൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമ്പനി എന്തോ റൂൾ സെറ്റ് ചെയ്തു അതനുസരിച്ചും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. രണ്ടും പോസിബിൾ ആണ്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പെർസെൻറ്റേജ് 10%, 5%, 15%, 20% ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അസറ്റിന് എന്ത് ചെയ്യാം? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. അപ്പൊ അത് എന്തുമേലാണ് ചാർജ് ചെയ്യുക? ആ അസറ്റിന്റെ നെറ്റ് ബുക്ക് വാല്യൂമിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. ഈ അസറ്റിന്റെ നെറ്റ് ബുക്ക് വാല്യൂം. ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ കയ്യിൽ സെയിം ഒരു അസറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെഷീൻ ഉണ്ട്.
മെഷീന്റെ കോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 lakh ആണ് മെഷീന്റെ കോസ്റ്റ്. ഓക്കെ, മെഷീന്റെ കോസ്റ്റ് 1 lakh ആണ്. നമ്മൾ ഈ മെഷീനെ ഡിപ്രീസിയേഷൻ ഏകദേശം 20% കാൽക്കുലേറ്റ് ചെയ്തു. 20% കൊടുത്തു. നമ്മൾ തീരുമാനിച്ചു ഈ മെഷീനിനെ നമ്മൾ 20% നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് തീരുമാനിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 lakhന്റെ 20,000 എത്രയാണ്? സോറി, 20% എത്രയാണ്? 20,000 ആണ് അല്ലെ. 20,000 ആണ് ഡിപ്രീസിയേഷൻ വരിക. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ SLM മെത്തേഡ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ വരിക അല്ലെ. പക്ഷേ WDV എല്ലാ വർഷവും ഒരേ എമൗണ്ട് അല്ല ഡിപ്രീസിയേഷൻ വരിക. പകരം എല്ലാ വർഷവും നമ്മുടെ അസറ്റിന്റെ വാല്യൂ എത്രയാണോ, അല്ലെങ്കിൽ അസറ്റിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയാണോ, അല്ലെങ്കിൽ നമ്മൾ വാല്യൂ അറ്റ് ദ ബിഗിനിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയായിരിക്കും കുറച്ചും കൂടി ഈസി. ആ എമൗണ്ടിന്റെ 20% ആണ് എന്ത് ചെയ്യുക, ഡിപ്രീഷിയേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ അസറ്റ് ഫസ്റ്റ് ഇയർ 1 lakh ആയിരുന്നു ഉണ്ടായിരുന്നു. ആദ്യത്തെ വർഷം 1 ലക്ഷമായിരുന്നു. അതായത് നമ്മൾ അസറ്റ് വാങ്ങി കൊടുന്ന് വെച്ചിട്ടുള്ളൂ, കമ്പനിയിൽ അസറ്റ് വാങ്ങി കൊടുന്ന് വെച്ചു. അതിന്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. 1 ലക്ഷമാണെന്ന് കണ്ടുപിടിച്ചു. ഒരു വർഷം എന്ത് ചെയ്തു, ആ അസറ്റ് നമ്മൾ ഉപയോഗിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷം അതിന്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ചാർജ് ചെയ്യണം. അപ്പൊ ഡിപ്രീസിയേഷൻ നമ്മൾ എത്ര റേറ്റ് ആണെന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്തു. 20% ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അസറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 20% തീരുമാനിച്ച പ്രകാരം 1 ലക്ഷത്തിന്റെ 20% നമ്മൾ എടുത്തു. 20,000 ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇയർ വണ്ണില് ഫസ്റ്റ് ഇയറിൽ അസറ്റിന്റെ ഓപ്പണിംഗ് വാല്യൂ 1 lakh ആയിരുന്നു. അതായത് അസറ്റ് തുടങ്ങിയ സമയത്ത് 1 lakh ആയിരുന്നു. ആ 1 lakh നമ്മൾ 20,000 കൊടുത്തു, അല്ലെങ്കിൽ 20% ഡിപ്രീസിയേഷൻ കൊടുത്തു. അത് പ്രകാരം ഡിപ്രീസിയേഷൻ എത്രയായി, 20,000 കിട്ടി. ഇയർ 2ലേക്ക് പോയ സമയത്ത്, സെക്കൻഡ് ഇയറിലേക്ക് പോയ സമയത്ത്, രണ്ടാമത്തെ വർഷം എത്തുമ്പോൾ ഈ അസറ്റിന്റെ വാല്യൂ എത്ര ഉണ്ടാവുള്ളൂ, 80,000 ഉണ്ടാവുള്ളൂ അല്ലെ. കാരണം 1 ലക്ഷം ഉള്ളിടത്തുനിന്ന് 20,000 ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ, 80,000 ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ നേരെ പോയിട്ട് 80,000 ഡിപ്രീസിയേഷൻ 20,000 എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണ്. WDV മെത്തേഡ് പ്രകാരം പറയുന്നത് നിങ്ങളുടെ അസറ്റിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയാണോ, ഇതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ. അക്കൗണ്ട്സിൽ ഓപ്പണിംഗ് ആയിട്ട് കിടക്കുന്ന വാല്യൂ എത്രയാണോ, റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയാണോ, ആ വാല്യൂവിന്റെ 20% എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ എടുക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 80,000ന്റെ 20% വേണം നമ്മൾ എന്ത് ചെയ്യാനേ, ആ വർഷം സെക്കൻഡ് ഇയർ ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ. അപ്പൊ 80,000ന്റെ 20,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 60,000 വരും. അപ്പൊ രണ്ടാമത്തെ വർഷം ഡിപ്രീസിയേഷൻ എത്രയായി, 16,000 ആയി. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ വർഷം എത്തിയ സമയത്ത്, തേർഡ് ഇയർ എത്തിയ സമയത്ത് അസറ്റിന്റെ വാല്യൂ എത്ര ആയിട്ടുണ്ടാവും, 1 ലക്ഷത്തിൽ നിന്ന് ആദ്യം 20,000 കുറച്ചു, അങ്ങനെ 80,000 കിട്ടി. 80 പിന്നെ 16,000 കുറച്ചു. 16,000 കുറക്കുമ്പോൾ എത്ര കിട്ടും, 64,000 കിട്ടും അല്ലെ. 64,000 കിട്ടും. ഈ 64,000ന്റെ 20% വേണം മൂന്നാമത്തെ വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കാൻ. 64,000ന്റെ 20% പറഞ്ഞാൽ എത്ര വരും, ഏകദേശം 12,800 വരും. 12,800 തേർഡ് ഇയർ. അഗെയിൻ ഫോർത്ത് ഇയർ എത്തി, നാലാമത്തെ വർഷം. ഫോർത്ത് ഇയർ എത്തിയ സമയത്ത് 64-ന് 12,800 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും, 64 - 12,800 വരുമ്പോൾ 51,200. 51,200 അല്ല വരിക. 51,200ന്റെ 20% നോക്കുക. 51,200 ഇൻറ്റു 20%, 10% വരുമ്പോൾ 5,000 പ്ലസ് 20% വരുമ്പോൾ 10,240 അല്ലെ. 10,240 വരും. 10,240 ഫോർത്ത് ഇയറിൽ ഡിപ്രീസിയേഷൻ വരും. നാലാമത്തെ വർഷം 10,240 വരും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈക്കിൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇതിന്റെ പ്രത്യേകത എന്താ, ഈ സൈക്കിൾ നെവർ എൻഡിങ് ആ. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത് 0ലേക്ക് എത്തൂല. എപ്പോഴും ഒരു X% കിട്ടും, അതിന്റെ 20%. X% കിട്ടും, അതിന്റെ 20%. നെവർ എൻഡിങ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോകും. അസറ്റ് പണി മുടക്കുകയാണ്. ഇപ്പൊ 4ാമത്തെ വർഷമല്ല, അസറ്റ് 10ാമത്തെ വർഷം പണി മുടക്കിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 10ാമത്തെ വർഷം നമ്മൾ എന്താണോ ഒഴിവാക്കുന്നത് അപ്പോഴും അസറ്റിന് എന്തുണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. ചെറിയ എമൗണ്ട് ആയിരിക്കാം, ചെറിയ പെർസെൻറ്റേജ് ആയിരിക്കാം, ചെറിയ എമൗണ്ടിൽ എത്തിയിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ അപ്പോൾ എന്തുണ്ടാവും, അസറ്റിന് ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ഒരിക്കലും എന്താവണമെന്നില്ല, സാൽവേജ് വാല്യൂവിന് ഈക്വൽ ആവണമെന്നില്ല, സാൽവേജ് വാല്യൂവിന് തുല്യമാവുന്നില്ല. പക്ഷെ ഒരു വാല്യൂ ഉണ്ടാകും. ഓക്കെ, പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, ഡിപ്രീസിയേഷന്റെ റേറ്റ് കുറയുന്നത് ശ്രദ്ധിക്കണം. WDV മെത്തേഡ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വർഷം നമുക്ക് 20,000 ഡിപ്രീസിയേഷൻ വന്ന്, അടുത്ത വർഷമായപ്പോ 16,000 ആയി, അടുത്ത വർഷമായപ്പോ 12,800 ആയി, അടുത്ത വർഷമോ 10,240 ആയി.
ഇനി 5-ാമത്തെ വർഷം, 6-ാമത്തെ വർഷം, 7-ാമത്തെ വർഷമൊക്കെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ അസറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ഡിപ്രീസിയേഷന്റെ എമൗണ്ട് എന്ത് ചെയ്യും? WDV മെത്തേഡ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞു 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 വരും. ഇതാണ് പ്രാക്ടിക്കൽ ആൻഡ് റിയലിസ്റ്റിക് മെത്തേഡ്. അതായത് കമ്പനികൾ ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ നോക്കുന്നത്. കാരണം എന്താ? ആദ്യത്തെ വർഷമല്ലേ കൂടുതൽ പെർഫോമൻസ് ഉണ്ടാവുക, അല്ലേ? ഫസ്റ്റ് ഇയർ അല്ലേ കൂടുതൽ പെർഫോമൻസ് ഉണ്ടാവുക? ഫസ്റ്റ് ഇയർ അല്ലേ കൂടുതൽ ഡിപ്രീസിയേഷൻ വരേണ്ടത്? യെസ്, ഫസ്റ്റ് ഇയർ ആണ് കൂടുതൽ ഡിപ്രീസിയേഷൻ വരേണ്ടത്. ലാസ്റ്റ് ഇയറിലേക്ക് എത്തുന്ന സമയത്ത്, 4-ാമത്തെ 5-ാമത്തെ ഒക്കെ വർഷത്തിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായും പെർഫോമൻസ് കുറഞ്ഞിട്ടുണ്ടാവും, അസറ്റിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? കുറയണം. എന്നാൽ നേരത്തെ നമ്മൾ പഠിച്ച SLM മെത്തേഡ് പ്രകാരം അങ്ങനെ ആയിരുന്നോ? അല്ല. SLM മെത്തേഡ് പ്രകാരം എല്ലാ വർഷവും തുല്യമായ എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ SLM മെത്തേഡ് അല്ല കമ്പനി ഫോളോ ചെയ്യുക. കമ്പനികൾ പൊതുവെ ഫോളോ ചെയ്യുക WDV മെത്തേഡാണ്. ഓക്കെ. സോ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വർഷവും കമ്പനി എന്ത് ചെയ്യണം? PPE നമ്മൾ പഠിച്ചത് ഫിക്സഡ് അസറ്റ് എന്നുള്ള പേര് മാറ്റി ഞാൻ പറഞ്ഞു PPE എന്നാണ് പറയേണ്ടത്. ഓക്കെ. IFRS പ്രകാരം നമ്മൾ ഫിക്സഡ് അസറ്റ് എന്നുള്ള പേര് പറയില്ല, പകരം PPE, പ്ലാന്റ് പ്രോപ്പർട്ടി എക്യുപ്മെന്റ്. പ്ലാന്റ് പ്രോപ്പർട്ടി എക്യുപ്മെന്റുകൾക്ക് നമ്മൾ എല്ലാ വർഷവും എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ആൻഡ് എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ കമ്പനികളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവുക ഈ 2ാമത് പറഞ്ഞ മെത്തേഡായിരിക്കും. WDV മെത്തേഡിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനിയും ഫോളോ ചെയ്യുന്നുണ്ടാവും. വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, ഒന്ന് നോക്ക്. ഐ മീൻ അക്കൗണ്ട്സിൽ ഇരിക്കുന്ന പരിചയമുള്ള ആൾക്കാരൊന്നും ജസ്റ്റ് നോക്ക്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഓഫ്കോഴ്സ് എന്തിലായിരിക്കും? WDV മെത്തേഡ് പ്രകാരമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കുക. ഡിപ്രീസിയേഷൻ പ്രകാരം ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ WDV മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ. എന്നാൽ SLM ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. SLM മെത്തേഡ് പ്രകാരം ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ 2 മെത്തേഡും മനസ്സിൽ ഓർത്ത് വെക്കുക. ഈ 2 മെത്തേഡ് പഠിക്കുക. ഈ 2-ൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിരിക്കും എല്ലാ കമ്പനിയും എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മെത്തേഡ്. ഓക്കെ ആണോ? 2 മെത്തേഡ് ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? 2 മെത്തേഡിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും. ഇതിൽ പെർസെന്റേജ് ഫിക്സ് ചെയ്യുന്നത് മാനേജ്മെന്റ് ഫിക്സ് ചെയ്ത് തരുന്നതാണോ? പെർസെന്റേജ് മാനേജ്മെന്റിനും ഫിക്സ് ചെയ്യാം. മാനേജ്മെന്റിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പെർസെന്റേജ് ഫിക്സ് ചെയ്യാം. പക്ഷേ മാനേജ്മെന്റ് ഫിക്സ് ചെയ്തു വെച്ചിട്ട് അത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. കാരണം കമ്പനി പലപ്പോഴും ടാക്സ് അടക്കുന്ന സമയത്ത്, ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് അടക്കുന്ന സമയത്ത് കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പ്രകാരം ഓരോ അസറ്റിനും ഇത്രേ ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു പെർസെന്റേജ് ഉണ്ട്. ഇപ്പോൾ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 15% പറ്റുള്ളൂ, അല്ലെങ്കിൽ വെഹിക്കിൾ ആണെങ്കിൽ 5% പറ്റൂ എന്നുള്ളത് UAE വേറെ റൂളും KSA വേറെ റൂളായിട്ട് എന്തുണ്ട്? പെർസെന്റേജ് ഉണ്ട് ടാക്സിന്റെ റൂൾ പ്രകാരം. അപ്പോൾ ഒബ്വിയസ്ലി കമ്പനി എന്ത് ചെയ്യും? ഈ കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പ്രകാരമുള്ള പെർസെന്റേജ് തന്നെയാണ് കമ്പനീസും തീരുമാനിക്കുക. എന്നാൽ ചില കമ്പനി അതല്ലാതെ അവരുടെ തന്നെ പെർസെന്റേജ് എടുക്കുന്നതും ഉണ്ട്. രണ്ടും ഉണ്ട്. മെഷീനറികൾക്കൊക്കെ എത്ര പെർസെന്റേജ് വരുന്നത്? ഏതിന്റെ മെഷീനറി? എവിടുത്താണ് നിങ്ങൾ ചോദിക്കുന്നത്? കോർപ്പറേറ്റ് ടാക്സ്? യൂണിഫോം ഫാക്ടറി KSA സൗദി അറേബ്യ. മെഷീനറി KSA എന്റെ അഭിപ്രായത്തിൽ 10 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് നോക്കേണ്ടി വരും. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാല് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് മെഷീനറികൾക്ക് 25% ആണ്. ഇപ്പൊ സെക്കൻഡ് മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ഞങ്ങള്. സെക്കൻഡ് മെത്തേഡില് 25 വെച്ചിട്ടാണ് അതിന്റെ ഡിപ്രിസിയേഷൻ ഓരോ ഇയറിലും കുറയുന്നത്. 25%. മെഷീനറി ഫാക്ടറി മെഷീനറിയാ? ഫാക്ടറി മെഷീനറി ആണ്. ഫാക്ടറി മെഷീനറി 25% ആണ്. ഇമ്പോർട്ടഡ്. 25%. ഫാക്ടറി മെഷീനറി 25%. പക്ഷെ അതിൽ വേറെയും കുറച്ച് 10% ഉള്ള മെഷീനറീസ് ഒക്കെ ഉണ്ട്, മൂവബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ പൊതുവെ വെഹിക്കിൾ അങ്ങനത്തെയൊക്കെയോ? വെഹിക്കിളിന്റെ മാക്സിമം എത്രയായിരുന്നു റൂൾ പ്രകാരം? വെഹിക്കിളിന്റെ ഡിപ്രീസിയേഷൻ KSA എത്ര? 5% ആണ് തോന്നുന്നു. ഡിപ്രീസിയേഷൻ KSA 5 or 10. ഡിപ്രീസിയേഷൻ KSA 5 ആണെന്നാണ് ഓർമ്മ. എക്സാക്ട്ലി ഓർമ്മയില്ല. ഓക്കെ. വെഹിക്കിൾ 5 അല്ലെങ്കിൽ 10, 5 or 10. 10-ലാണ് തോന്നുന്നു. 10-ൽ ഫർണിച്ചർ ഒക്കെ 10 ആണ്. വെഹിക്കിളും 10 തന്നെ ആയിരിക്കും. വെഹിക്കിൾ 10 തന്നെയാണ്. വെഹിക്കിൾ 10, മറ്റേത് 25%. KSA കേട്ടോ, UAE-ലല്ല. KSA കോർപ്പറേറ്റ് ടാക്സ്. ഇത് കോർപ്പറേറ്റ് ടാക്സിന്റെ റൂളാണ്. നമ്മളെ കമ്പനി ഇതേ റൂൾ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കമ്പനി ചിലപ്പോൾ വേറെ റൂൾ പ്രകാരം ഡിപ്രീഷിയേറ്റ് ചെയ്തേക്കാം. അത് കമ്പനിയുടെ ഇഷ്ടം. ഓക്കെ. വേറെ ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതിനെ കുറിച്ച് തന്നെയാണ്. അതായത് ഇപ്പൊ ഈ പെർസെന്റേജ് ഇപ്പൊ ഞാനാണ് തീരുമാനിക്കേണ്ട ആളെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ആ പെർസെന്റേജ് ഫിക്സ് ചെയ്യുക എന്നുള്ളൊരു
അതായത് അത് ഇപ്പോൾ ഓരോ അസറ്റിന്റെ ഇപ്പോൾ പറഞ്ഞ കാറ്റഗറി ഇതായിട്ട്. അനുസരിച്ച് നമ്മൾ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഓരോ അസറ്റിന്റെ കാറ്റഗറി, ഇപ്പോൾ നമ്മളിപ്പോ കമ്പ്യൂട്ടർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫർണിച്ചർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫർണിച്ചറിന്റെ ലൈഫ് അത്ര ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹയർ ഡിപ്രീസിയേഷൻ അതിന് കൊടുക്കും. അല്ല മെഷീനറീസ് ആണെന്നുണ്ടെങ്കിൽ വലിയ വാല്യൂ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ചധികം എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്രീഷിയേറ്റ് ചെയ്ത് എക്സ്പെൻസ് ആയി പോകണമെന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ റേറ്റ് കൂട്ടി വെക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്യുക, അല്ലാതെ ഇങ്ങനെ പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. ഓക്കെ. ഹലോ സാർ, നിങ്ങളിപ്പോ പറഞ്ഞതില്ലേ നമ്മളിപ്പോ ഇയർലി ഡിപ്രിസിയേഷൻ ഇപ്പൊ ഒരു 20% ഇടുകയാണ്. ഇപ്പൊ മെഷീനറി ഒരു 4ാമത്തെ വർഷം അല്ലെ 5ാമത്തെ വർഷത്തില് നമ്മളെന്താണ് സ്ക്രാബ് ആയിട്ട് നമ്മളെന്താണ് അത് ഒഴിവാക്കുകയാണ്. നമുക്ക് സ്ക്രാബ് വാല്യൂ ഏകദേശം നമുക്ക് ഒരു പ്രോഫിറ്റിലാണ് കിട്ടുന്നതെന്ന് കൂട്ടിക്കും. ആ ഒരു ടൈമിലെ പീരീഡ് പ്രകാരം സ്ക്രാബ് വാല്യൂ പോസിറ്റീവ് ആണ്. ആ സമയത്ത് നമ്മൾ അത് അക്കൗണ്ട്സിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? അതായത് മെഷീൻ നിങ്ങൾ സെല്ല് ചെയ്യാണ് അതെ അല്ലെ, മെഷീൻ സെല്ല് ചെയ്യാണ്, സ്ക്രാപ്പ് അതെ ചെയ്യാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ അക്കൗണ്ട്സ് പ്രകാരം ഇപ്പോൾ നമ്മളെ ഒരു 6ാമത്തെ വർഷം എത്തിയപ്പോൾ ആ മെഷീന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ബുക്ക് വാല്യൂ ഏകദേശം ഒരു 10,000 എത്തിയിരുന്നു. 10,000 എത്തിയ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു, 6ാമത്തെ വർഷം ആ മെഷീൻ സെല്ല് ചെയ്തു, 12,000 വിറ്റു. അപ്പോൾ ഇവിടെ ഒരു 2,000 പ്രോഫിറ്റ് ഉണ്ട്. അതല്ല നിങ്ങൾ ചോദിക്കുന്നത്? ഈ 2,000 നിങ്ങൾ എന്ത് ചെയ്യാം, ഈ മെഷീന്റെ സെയിൽസ് പോലെ അല്ലെങ്കിൽ ഇൻകം പോലെ നിങ്ങൾക്ക് കാണിക്കാം. ഇൻകം ഫ്രം ഫിക്സ്ഡ് അസറ്റ് സെയിൽസ് എന്നോ ഇൻകം ഫ്രം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇൻകത്തിന് എന്ത് ചെയ്യുക, P&L ഇൻകം അതർ ഇൻകത്തിന്റെ അണ്ടറിൽ കൊണ്ടുവരാം. 10,000 ബുക്ക് വാല്യൂ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യും ചെയ്യുക. ഒരു ഉദാഹരണത്തിന് മെഷീന് ഓക്കെ അല്ലേ, മനസ്സിലായോ? ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് 12,000 ക്യാഷ് ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. 12,000 നിങ്ങൾക്ക് ക്യാഷ് ആയി കിട്ടിയെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ടിലേക്ക് എന്ത് വരും, 12,000 വരും. 10,000 നിങ്ങൾ ബുക്ക് ക്ലോസ് ചെയ്യേണ്ടതാണ് ഫർണിച്ചർ അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റിൽ നിന്ന് 10,000 ക്ലോസ് ചെയ്യുക. പ്ലസ് ഇൻകം ഉണ്ടാവും, ഇൻകം ഫ്രം സെയിൽ ഓഫ് ഫർണിച്ചർ അത് 2,000 ഉണ്ടാവും. അല്ല, ഇത് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരിക. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുക. അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പേര് തന്നെ ഇടണമെന്നില്ല, നമ്മൾ അതിന് ഇങ്ങനെ തന്നെ പേര് കൊടുത്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇൻകം ഫ്രം സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് പേര് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അതർ ഇൻകം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കൊടുത്താലും മതി. ഓക്കെ, വേറെ ഓക്കെ ആണ് വിചാരിക്കുന്നു ഞാൻ. ഡിപ്രീസിയേഷൻ ഒക്കെ ആണ് വിചാരിക്കുന്നു. ഈ എൻട്രി പറഞ്ഞത്, അതായത് ഇപ്പൊ ക്യാഷ് ഡെബിറ്റ് ചെയ്തു, രണ്ടാമത് എഴുതിയിരിക്കുന്ന 10,000 എന്തായിട്ടാണ് എഴുതിയിരിക്കുന്നത്? ഫർണിച്ചറിന്റെ ബുക്ക് വാല്യൂ, നമ്മൾ ആ വിൽക്കുന്ന സമയത്തുള്ള ഫർണിച്ചറിന്റെ ബുക്ക് വാല്യൂ. കാരണം 10,000 ഉള്ള ഫർണിച്ചർ അല്ലേ നമ്മൾ വിൽക്കുന്നത്. ഓക്കെ 10,000 ഉള്ള ഫർണിച്ചറിന്റെ ബുക്ക് വാല്യൂ ടു ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ ആ ഫർണിച്ചറിനെ ക്രെഡിറ്റ് ചെയ്യണം കഴിഞ്ഞാൽ അസറ്റിനെ ഒഴിവാക്കുകയാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ ആ അസറ്റിനെ എഴുതി ഒഴിവാക്കി കളയാണ്. ഇപ്പൊ പിന്നീട് നമ്മൾ ബുക്സിൽ നോക്കുമ്പോൾ 10,000 ആ ഫർണിച്ചർ ഉണ്ടാവില്ല, ക്ലോസ് ചെയ്ത് പോയി. ഓക്കെ, ഇവിടെ ഒരു ഇൻകം 2,000, ഇത് നേരെ P&L പോവുകയും ചെയ്യും, ഇൻകത്തിന്റെ അണ്ടറിൽ. ഓക്കെ, ഈ റിട്ടേൺ ഡൗൺ വാല്യൂ ഡിമിനിഷിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞ വേറെ ഇതന്നെ ഡിമിനിഷിംഗ് മെത്തേഡ് പറഞ്ഞത് തന്നെ. റിട്ടേൺ ഡൗൺ വാല്യൂ ഡിമിനിഷിംഗ് ഉദ്ദേശിക്കുന്നതാണ് നമ്മളെ ബുക്ക് വാല്യൂ ഡിമിനിഷ് ചെയ്ത് വരികയല്ലേ, റിട്ടേൺ ഡൗൺ വാല്യൂ ചെയ്യുന്ന പോലെ കുറഞ്ഞു വരികയല്ലേ ബുക്ക് വാല്യൂ, അതാ ഉദ്ദേശിക്കുന്നത്. സെയിം മെത്തേഡ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് പറയാം ക്ലാസ്സിൽ. ആയിക്കോട്ടെ, ഓക്കെ. സോ നമുക്ക് മുന്നോട്ട് പോവാം. സോ PPന്റെ 2 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ചത് ആ PPന്റെ ഇനീഷ്യൽ ബുക്കിംഗ് നമ്മൾ പഠിച്ചു. ആദ്യം നമ്മൾ കിട്ടുന്ന സമയത്ത് എന്ത് ബുക്ക് ചെയ്യണമെന്ന് പഠിച്ചു. രണ്ടാമത് നമ്മൾ ഇയർ എൻഡ് ആവുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ആ ഡിപ്രീസിയേഷൻ നമ്മൾ കമ്പനിയുടെ അക്കൗണ്ട്സിൽ എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളതും പഠിച്ചു. ഫിക്സ്ഡ് അസറ്റുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ പഠിച്ചു. ഇനി സെക്കൻഡ്, ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഫിക്സ്ഡ് അസറ്റിന് വേറെ കുറച്ച് പരിപാടികൾ കൂടി ചെയ്യാണ്ട്. ഇയർ എൻഡ് ആവുന്ന സമയത്ത് വേറെ കുറച്ച് പരിപാടി കൊണ്ട് ചെയ്യും. ഡിപ്രീസിയേഷൻ അല്ലാതെ വേറൊരു പരിപാടി ചെയ്യും. അതാണ് ഫിക്സ്ഡ് അസറ്റിന്റെ സബ്സിക്വന്റ് മെഷർമെന്റ്. ഓക്കെ, സബ്സിക്വന്റ് മെഷർമെന്റ്. എല്ലാ അസറ്റും നമ്മൾ എന്ത് ചെയ്യില്ല, ഇയർ എൻഡ് ആവുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ മാത്രമല്ല ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യും, സബ്സിക്വന്റ് മെഷർമെന്റ് നടത്തും. സബ്സിക്വന്റ് മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അസറ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, റീവാലുവേഷൻ നടത്തും. റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക, വാല്യൂ ചെയ്ത് നോക്കുക. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമുക്ക് ലാൻഡ് ഉണ്ട്. ലാൻഡിന്റെ കേസ് ഞാൻ ഇന്നലെ പറഞ്ഞു, ലാൻഡ് ഡിപ്രീസിയേഷൻ ഇല്ല. ലാൻഡ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡിപ്രീസിയേറ്റ് ചെയ്യല്ല ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, വാല്യൂ കൂട്ടി കൊണ്ടുപോവുക ചെയ്യുക. ലാൻഡ് മാറ്റി വെക്കാം. നമുക്ക് ലാൻഡിന് പകരം എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു അസറ്റ്, ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചോ, ബിൽഡിങ്ങിന് നമ്മൾ എന്ത് ചെയ്യാണ്, റീവാല്യൂ ചെയ്യാം. ബിൽഡിംഗ് പൊതുവേ ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യാറ്. പക്ഷേ നമ്മുടെ ബിൽഡിംഗ് ആദ്യം ഉണ്ടായിരുന്ന സ്ഥലം ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു. പ്രത്യേകിച്ച് ആളും ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു നമ്മുടെ കമ്പനീന്റെ ബിൽഡിംഗ്.
പക്ഷേ നമ്മൾ തുടങ്ങിയ ഒരു രണ്ടാമത്തെ വർഷം, ഒരു വർഷമായപ്പോൾ ബിൽഡിങ്ങിന്റെ ചുറ്റും എന്ത് ചെയ്തു, ഒരുപാട് ഹൈവേ വന്നു, ഒരുപാട് ചുറ്റും ഹൈവേ വന്നു, തൊട്ടടുത്തൊരു എയർപോർട്ട് വന്നു, വേറെ പാർക്ക് വന്നു, നല്ലൊരു സിറ്റി ആയി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബിൽഡിങ്ങിന് എന്തുണ്ട്, ഇപ്പൊ കുറച്ചും കൂടി പഴയ പോലെയല്ല, കുറച്ചും കൂടി ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്തിനും ആ ബിൽഡിങ്ങിനൊക്കെ എന്തുണ്ട്, വാല്യൂ കൂടും അല്ലെ, പ്രൈസ് സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, നമ്മുടെ അക്കൗണ്ട്സിൽ നമ്മൾ ഇങ്ങനെ അക്കൗണ്ട്സ് എടുത്തു നോക്കിയപ്പോൾ ബിൽഡിങ്ങിന് വെറും എത്രയേ ഉള്ളൂ, 10,000 ഉള്ളൂ. ബിൽഡിങ്ങിന് നമ്മൾ 10,000 കാണിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ചുറ്റും നമ്മൾ അപ്പുറത്തൊരു ബിൽഡിംഗ് എടുക്കാൻ നോക്കി, തൊട്ടടുത്തൊരു ബിൽഡിംഗ് എടുക്കാൻ നോക്കി. തൊട്ടടുത്തൊരു ബിൽഡിംഗ് നമ്മൾ എടുക്കാൻ പോയി നോക്കിയ സമയത്ത് ആ ബിൽഡിങ്ങിന് ഇപ്പോൾ പറയുന്ന പ്രൈസ് 50,000 ആണ്, 50,000 പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ അക്കൗണ്ട്സ് നോക്കിയപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പഴയ ബിൽഡിങ്ങിന് എത്രയേ കാണിക്കുന്നുള്ളൂ, 10,000 കാണിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായത്, നമ്മളെ അക്കൗണ്ട്സിനകത്തുള്ള ബിൽഡിങ്ങിന്റെ വിലയല്ല നമ്മുടെ ചുറ്റുമുള്ള ബിൽഡിങ്ങുകളുടെയൊക്കെ വില. ബിൽഡിങ്ങിന്റെ വിലയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബിൽഡിങ്ങിന് എന്തുണ്ട്, വാല്യുവേഷൻ മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വാല്യുവേഷൻ മാറിയ സമയത്ത് നമ്മൾ എന്ത് തീരുമാനിച്ചു, ഈ ബിൽഡിങ്ങിന് എന്ത് ചെയ്യാം, ഒന്നും കൂടി റീവാല്യൂ ചെയ്യാൻ തീരുമാനിച്ചു. റീവാല്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാല്യുവേഷൻ ഓഫീസറെ കൊണ്ടുവരണം. വാല്യൂ ചെയ്യുന്ന ആളെ കൊടുത്തിട്ട് നമ്മൾ ചെയ്തു, ഈ ബിൽഡിങ്ങിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഞങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് കോസ്റ്റിലായിരുന്നു, ഞങ്ങൾ ഇപ്പൊ അതിനുശേഷം ഇത്ര മെക്കാനിക് വർക്ക് നടത്തി, ഇത്ര റിപ്പയറും വർക്കൊക്കെ നടത്തി, ഇപ്പൊ ഈ ബിൽഡിങ്ങിന്റെ സ്റ്റാറ്റസ് ഇതാണ്, ഈ ബിൽഡിംഗ് ഇപ്പൊ ചുറ്റപ്പെട്ട് നിൽക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഈ ബിൽഡിങ്ങിന് ഇതേ എമൗണ്ട് തന്നെയാണോ, അതോ ഈ ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടിയിട്ടുണ്ടോ, അതോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കറന്റ്ലി ഈ ബിൽഡിങ്ങിന്റെ വാല്യുവേഷൻ എന്താന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വാല്യൂ ചെയ്തിട്ട് ഒരു വാല്യുവേഷൻ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്ത് ചെയ്യും, പോയിട്ട് വാല്യുവേഷൻ ഒക്കെ ചെയ്യും അല്ലെ. അങ്ങനെ വാല്യുവേഷൻ ചെയ്തിട്ട് അയാൾ ഒരു പ്രൈസ് കണ്ടുപിടിച്ച് കൊണ്ടുവരും. ആ പ്രൈസിനെ നമ്മൾ അക്കൗണ്ട്സിൽ വിളിക്കുന്ന പേരാണ് ഫെയർ വാല്യൂ. ഓക്കെ, ഫെയർ വാല്യൂ ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ആവശ്യമുള്ളതാണ്. ഫെയർ വാല്യൂ നമ്മൾ ഇനി അക്കൗണ്ട്സിൽ നോട്ട്സ് ടു അക്കൗണ്ട്സ് നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഡേയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പാർട്ട് പഠിച്ച സമയത്ത് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സ് പഠിച്ചല്ലോ. ആ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഫെയർ വാല്യൂ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ കുറേ സ്ഥലത്ത് കാണും. നമുക്ക് ഇനിയും ആവശ്യമുള്ള ആളാണ് ഫെയർ വാല്യൂ. അപ്പൊ അയാൾ എന്ത് ചെയ്തു, വാല്യൂ ചെയ്തിട്ട് ഒരു ഫെയർ വാല്യൂ കണ്ടുപിടിച്ചു. ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്ക് പ്രകാരം ഈ അസറ്റിന് എത്രയാണ് വാല്യൂ വരേണ്ടത്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സെനാരിയോ പ്രകാരം ഈ അസറ്റിന് എത്രയാണ് ഫെയർ വാല്യൂ ആയിട്ട്. ഫെയർ വാല്യൂന് വേറെയും ഒരുപാട് എന്തുണ്ട്, എക്സ്പ്ലനേഷൻസ് ഉണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഒരു സെനാരിയോ മാത്രമുള്ള എക്സ്പ്ലനേഷനാണ് പറയുന്നത്. ഫെയർ വാല്യൂ വേറെ അസറ്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് വേറെ എക്സാമ്പിൾസ് ആണ് പറയാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഷെയറിന്റെ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല കേട്ടോ, അതിന് വേറെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ആ വാല്യൂർ എന്ത് ചെയ്തു, നമ്മുടെ ബിൽഡിംഗ് ഒന്ന് വാല്യൂ ചെയ്ത സമയത്ത് അയാൾ ഒരു വാല്യൂ കണ്ടുപിടിച്ചു, നമ്മൾ അതിനെ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫെയർ വാല്യൂ നോക്കിയ സമയത്ത് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫെയർ വാല്യൂ ഏകദേശം 15,000 ഉണ്ട്. വാല്യൂർ ചെക്ക് ചെയ്തപ്പോൾ 15,000 ഉണ്ട്. പക്ഷെ നമ്മളെ അക്കൗണ്ട്സിൽ എത്രയേ ഉള്ളൂ, ബിൽഡിങ് 10,000 ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീവാല്യുവേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റീവാല്യുവേഷൻ ചെയ്ത അസറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ കൂട്ടി കാണിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ബിൽഡിങ്ങിലേക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, 5,000 ഡെബിറ്റ് ചെയ്യേണ്ടി വരും. 5,000 ഡെബിറ്റ് ചെയ്യണം. അസറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് 5,000 എന്ന് എഴുതാം. 2 ക്രെഡിറ്റ് ചെയ്യണം. ആരെ ക്രെഡിറ്റ് ചെയ്യും, കാരണം ഇതെന്തല്ല, നമ്മൾ പൈസ കൊടുത്തതല്ല. ആദ്യം നമ്മൾ ബിൽഡിംഗ് വാല്യൂ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ ബിൽഡിംഗ് കാണിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബിൽഡിങ്ങിലേക്ക് പൈസ ഇറക്കിയിട്ടുണ്ട് അല്ലെ, കോസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. സിമെന്റ്, കമ്പി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. അപ്പൊ അന്ന് നമുക്ക് എൻട്രി ഇടാൻ ബുദ്ധിമുട്ടില്ല. അന്ന് എൻട്രി ഇടുമ്പോൾ എന്ത് ചെയ്താൽ മതി, ബിൽഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ടു ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റിന് കൊടുത്ത പൈസ, കമ്പിക്ക് കൊടുത്ത പൈസ, ഇതൊക്കെ പൈസ പോയതുകൊണ്ട് ഇവിടെ ബിൽഡിംഗ് ഉണ്ടായി എന്ന് നമുക്ക് കാണിക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പുതിയ ഒരു എമൗണ്ടും പൈസ കൊടുത്ത് ഉണ്ടാക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണേ, വാല്യൂറെ കൊടുത്തിട്ട് നമ്മുടെ ബിൽഡിംഗ് ഒന്നും കൂടി വാല്യുവേഷൻ ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ വാല്യുവേഷൻ ചെയ്ത് നോക്കിയപ്പോൾ വാല്യൂർ പറഞ്ഞത് ഇതിനിപ്പോ നിലവിൽ 15,000 ആണ് ഇതിന്റെ ഫെയർ വാല്യൂ. നമ്മുടെ അക്കൗണ്ട്സിൽ എത്രയേ ഉള്ളൂ, 10,000 ഉള്ളൂ. 5,000 കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാല്യൂ കൂട്ടാമെന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്, റീവാല്യുവേഷൻ പ്രകാരം വാല്യൂ കൂട്ടുകയാണ്. അങ്ങനെ കൂട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് എൻട്രി ഇടുക, ബേസിക് എൻട്രി അല്ലെങ്കിൽ ഫസ്റ്റ് എൻട്രി കറക്റ്റ് തന്നെ, ബിൽഡിംഗ് അക്കൗണ്ട്. കാരണം ബിൽഡിങ്ങിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂട്ടുന്നത്. ബിൽഡിംഗ് അസറ്റ് ആണ്, അസറ്റിനെ കൂട്ടുകയാണ്. സോ ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക 5,000. 2 ക്രെഡിറ്റ് ചെയ്യേണ്ടത് റീവാല്യുവേഷൻ ഗെയിൻ. റീവാല്യുവേഷൻ ഗെയിൻ 5,000. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് പോകണം. അതായത് നമ്മൾ അസറ്റ് വാല്യൂ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ഗെയിൻ കിട്ടി അല്ലേ. ഇത് ക്യാപിറ്റൽ ഗെയിൻ പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റോക്ക്, ഒരു ഷെയർ എന്ത് ചെയ്തു, നമ്മൾ ഹോൾഡ് ചെയ്തു. ഷെയർ ഹോൾഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ വാങ്ങിയ സമയത്ത് ഷെയറിന് 400 രൂപയായിരുന്നു.
ഒരു 5-10 വർഷം നമ്മൾ ആ ഷെയർ ഹോൾഡ് ചെയ്തപ്പോൾ ഷെയറിന്റെ വില കൂടി 4000 ആയിട്ടുണ്ട്. നമ്മൾ വിറ്റിട്ടൊന്നുമില്ല. ഈ കിട്ടുന്ന ലാഭം എന്താ? നമ്മൾ ആ ഷെയറിന് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ആ ഷെയറിന്റെ ക്യാപിറ്റൽ പ്രൈസ് എന്ത് ചെയ്താണ്? കൂടി ഗെയിൻ ആയി വന്നതാണ്. അതേപോലെ തന്നെ ഫിക്സഡ് അസറ്റുകൾക്ക് എന്തുണ്ടാവും? റീവാലുവേഷൻ ഗെയിൻ ഉണ്ടാവും. റീവാലുവേഷൻ നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഫിക്സഡ് അസറ്റ് റീവാല്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാലുവേഷൻ പ്രകാരം എന്തുണ്ടാവും? റീവാലുവേഷൻ ഗെയിൻ ഉണ്ടാവും. എന്നാൽ റീവാലുവേഷൻ ഗെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ആരും ഉണ്ടാവും? റീവാലുവേഷൻ ലോസും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതേപോലെ ബിൽഡിംഗ് റീവാല്യൂ ചെയ്തു. ബിൽഡിംഗ് റീവാല്യൂ ചെയ്തപ്പോൾ വാല്യൂവർ പറഞ്ഞത്, നിങ്ങൾ വാല്യൂ ചെയ്തിട്ട് കാര്യമില്ല, ബിൽഡിംഗ് നിങ്ങളുടെ അക്കൗണ്ട്സിൽ 10,000 ഉള്ളൂ, പക്ഷെ ശരിക്കും ഈ ബിൽഡിങ്ങിന് ഇപ്പോൾ വാല്യൂ എത്ര കിട്ടുള്ളൂ? 8,000 കിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? 2,000 വാല്യൂ കുറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് വേറൊരു സ്റ്റാൻഡേർഡ് കൂടി നമ്മൾ ടച്ച് ചെയ്ത് പഠിക്കാനുണ്ട്. ഇമ്പയർമെന്റ് ലോസ് എന്ന് പറയും. ഓക്കെ, ഇമ്പയർമെന്റ് ലോസ് എന്ന് പറഞ്ഞ അക്കൗണ്ട്സിലെ വേറൊരു സ്റ്റാൻഡേർഡ് കൂടി ഈ സൈഡിൽ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാതെ. കാരണം ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ടുള്ള PPI ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു IFRSലെ സ്റ്റാൻഡേർഡ് ആണ് ഇമ്പയർമെന്റ്. അതെന്താന്നുള്ളത് നമുക്ക് പറയാം. ഞാൻ ഇമ്പയർമെന്റ് ടച്ച് ചെയ്യുന്നില്ല, പകരം റീവാലുവേഷന്റെ സൈഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. ഓക്കെ, അത് വേറെ പരിപാടിയാണ്, നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, റീവാലുവേഷൻ ചെയ്തപ്പോൾ എന്തായി? ലോസ് ബുക്ക് ചെയ്തു. അതായത് 10,000 അക്കൗണ്ട്സിലെ ബുക്കിൽ ഉണ്ടായിരുന്നത് 8,000 വാല്യൂ എന്ത് ചെയ്യുന്നുള്ളൂ? വാല്യൂവർ കാണുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തുണ്ട്? 2,000 റീവാലുവേഷൻ ലോസ് ഉണ്ട്. അപ്പൊ റീവാലുവേഷൻ ലോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ എൻട്രി നേരെ തിരിച്ചറിയണം. റീവാലുവേഷൻ ലോസ് അക്കൗണ്ട് 2002 എവിടേക്കാ ക്രെഡിറ്റ് ചെയ്യേണ്ടി വരിക? ബിൽഡിംഗ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക? 2,000 ആയിട്ട് ക്രെഡിറ്റ് ചെയ്യുക. അതായത് ബിൽഡിങ്ങിനെ കുറക്കുക. അപ്പോ ഒരു അസറ്റിന് ഡിപ്രീസിയേഷൻ മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഒരു അസറ്റിന് ഡിപ്രീസിയേഷൻ മാത്രമല്ല, അസറ്റിന് എന്തും വരാം? റീവാലുവേഷൻ ഗെയിനും വരാം, റീവാലുവേഷൻ ലോസും വരാം. ഓക്കെ ആണോ? റീവാലുവേഷൻ ഓക്കെ ആണോ? റീവാലുവേഷൻ ഓക്കെ ആണോ? ഓക്കെ. സോ റീവാലുവേഷനെ കുറിച്ചും എന്ത് ചെയ്യാം? ഒന്ന് ഓർത്തു വെക്കുക. റീവാലുവേഷനും വരും. ഈ റീവാലുവേഷൻ എന്നാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? ഇമ്പയർമെന്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞുള്ള കൺസെപ്റ്റിലേക്ക് പോകുന്നു. നമുക്ക് അവിടെ എത്തുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഓക്കെ, ഇപ്പൊ ഡിപ്രീസിയേഷൻ ആയി, ഇനീഷ്യൽ റെക്കഗ്നൈസേഷൻ ആയി, റീവാലുവേഷൻ ആയി. ഓക്കെ, ഇനി ഒരു ക്ലാസിക് ഒരുപാട് സ്ഥലത്ത് വരുന്ന ഒരു മിസ്റ്റേക്ക്, അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് സബ്സിക്വന്റ് മെഷർമെന്റ് ആണ്. അതായത് വീണ്ടും നമ്മൾ മെഷർ ചെയ്യാണ്. ആദ്യം പഠിച്ച എന്താ? ഇനീഷ്യൽ മെഷർമെന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ റെക്കഗ്നൈസേഷൻ അല്ലെ? ഇന്നലെ പഠിച്ചത് ഇനീഷ്യൽ മെഷർമെന്റ്. അപ്പൊ ആ പേരൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണമല്ലാണ്, ടെക്നിക്കൽ ടേം ആണെങ്കിൽ കൂടി ഒരു ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഈ സൈഡിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ വരുവാൻ സാധ്യത കുറവാണ്, പക്ഷെ ഈ സൈഡിൽ നിങ്ങൾക്ക് എന്ത് വരും? നിങ്ങളെ പ്രാക്ടിക്കലി ആവശ്യം വരുന്ന സമയത്ത് വരും. ലോസ് എങ്ങനെയാണ് ജേർണൽ എൻട്രി പ്ലീസ് ടു? ലോസ് ഒന്നുമില്ല, ഇൻകത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. ലോസ് ആവുന്ന സമയത്ത് റീവാലുവേഷൻ ലോസ് അക്കൗണ്ട് ഡെബിറ്റ്, എക്സ്പെൻസിലേക്ക് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. 2 ബിൽഡിങ്ങിനെയാണ് നിങ്ങൾ കുറക്കുന്നതെങ്കിൽ ബിൽഡിങ്ങിന് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അസറ്റ് ആയതുകൊണ്ട് കുറക്കുക. ഗെയിൻ ആയിരുന്ന സമയത്തുള്ള അതേ എൻട്രി. ഓക്കെ, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോവുക. റീവാലുവേഷൻ ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എക്സ്പെൻസ് ആയിട്ടാണ് പോവുക. റീവാലുവേഷൻ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇൻകം ആയിട്ട് പോകും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ പഠിച്ചത് സബ്സിക്വന്റ് മെഷർമെന്റ് ആണ്. ഇനി സബ്സിക്വന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. സബ്സിക്വന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ അസറ്റിന് വീണ്ടും കുറെ ചെലവുകൾ നടത്താനുള്ള സാധ്യത ഉണ്ട് അല്ലെ? അപ്പൊ നമ്മളൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു മെഷീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വാങ്ങിയ സമയത്തുള്ള ആ ചെലവ് മാത്രമാണ് വരിക, ഇനീഷ്യൽ ചെലവ് മാത്രമാണ് വരിക. പിന്നെ ആകുമ്പോൾ എന്ത് ചെയ്യാം? ചെലവുകൾ വരാം. ആ ചെലവുകൾ പൊതുവെ എന്തായിരിക്കും? റിപ്പയർ ആയിരിക്കും അല്ലെ? റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്. എല്ലാ കമ്പനിയിലും ഉണ്ടാവുന്നത് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് നിർബന്ധമായിട്ട് ഉണ്ടാവുന്നതാണത്, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്. അപ്പൊ ഈ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് വരുമ്പോൾ നമുക്കൊരു ഡിലേം ഉണ്ട്. ഡിലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ശങ്ക ഉണ്ട്. റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസിന് എന്ത് ചെയ്യണം? എക്സ്പെൻസ് ആയിട്ട് കാണിക്കണോ അതോ അസറ്റിന്റെ കൂടെ കൂട്ടണോ? അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണോ അതോ അസറ്റിന്? ചില ആൾക്കാർ എന്ത് ചെയ്യും? അങ്ങനെ ശങ്കയെ വരില്ല. എല്ലാവരും എന്ത് ചെയ്യും? റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസിന് നേരെ എന്ത് ചെയ്യും? എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഒരു എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യും? കാണിക്കും. എന്നാൽ എല്ലാ റിപ്പയറും നിങ്ങൾ എന്ത് ചെയ്യണ്ട? എക്സ്പെൻസ് ആയിട്ട് കാണിക്കണ്ട. ചില റിപ്പയറുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അസറ്റിന്റെ കൂടെ കൂട്ടാം. അല്ലെങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാ പറയാം. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഒരു കമ്പനിയിലുള്ള എക്സ്പെൻഡിച്ചറുകൾ 2 തരത്തിലാണ്. ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചറും മറ്റേത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും.
രണ്ട് തരത്തിലാണ് ഒരു കമ്പനിയിലെ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവുക, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എപ്പോഴും നിങ്ങൾ P&L കാണിക്കുക. റവന്യൂ എക്സ്പെൻഡിച്ചർ ഒക്കെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് സൈഡിലേക്കാണ് എന്ത് ചെയ്യുക, റൈറ്റ് ഓഫ് ചെയ്യുക. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അസറ്റ് ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് ഐറ്റം ഏതാണോ അതിന്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്തു, ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബിൽഡിംഗ് റിപ്പയർ നടന്നു. ബിൽഡിംഗ് വേണ്ട, മെഷീൻ മതി. ഓക്കെ, മെഷീൻ ഉണ്ട് നമുക്ക്. മെഷീൻ എന്ത് ചെയ്തു, റിപ്പയർ നടത്തി. ഈ റിപ്പയർ മൂലം ഈ മെഷീൻ ഇത്രയും കാലം 10,000 ഔട്ട്പുട്ടാണ് നമുക്ക് തന്നിരുന്നു. ഓക്കെ, 10,000 ഔട്ട്പുട്ട് തന്നിരുന്ന മെഷീൻ ആയിരുന്നു. നമ്മൾ റിപ്പയർ ചെയ്തതോടുകൂടി ഈ മെഷീന്റെ പെർഫോമൻസ് കൂടി. മെഷീൻ ഇപ്പോൾ എന്തായി, 15,000 ഔട്ട്പുട്ട് തരാൻ തുടങ്ങി. ഓക്കെ, ആദ്യം 10,000 യൂണിറ്റ് ഔട്ട്പുട്ട് തന്നിരുന്ന മെഷീൻ നമ്മുടെ ഒരു റിപ്പയർ മൂലം നമുക്ക് എന്ത് കിട്ടി, 15,000 ആയിട്ട് മാറി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിപ്പയർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, അസറ്റിന്റെ വാല്യൂന്റെ കൂടെ കൂട്ടണം. അതായത് ഇപ്പൊ നമ്മുടെ മെഷീന്റെ വാല്യൂ നമ്മൾ നോക്കിയ സമയത്ത് നമ്മുടെ ബുക്സിലെ വാല്യൂ മെഷീൻ എത്ര ഉണ്ടായിരുന്നുള്ളൂ, 2,000 ദിർഹംസ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, 2,000 ദിർഹംസ് ആയി നമ്മുടെ മെഷീന്റെ വാല്യൂ. 2,000 ദിർഹംസിലാണ് നമ്മളെ കമ്പനിയിലെ മെഷീൻ നിൽക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഓണർ പറഞ്ഞത്, ഈ മെഷീൻ ആകെ പരിപാടി തീരാനായിക്കണു, എന്ത് ചെയ്യുക, ഒന്ന് മെഷീൻ എന്ത് ചെയ്തേക്കും, റിപ്പയർ ചെയ്തേക്കാറും. അപ്പൊ നമ്മൾ റിപ്പയർ ചെയ്യുന്ന ആളെ വിളിച്ചു. 2,000 ദിർഹംസിലുള്ള ഈ മെഷീൻ ഇപ്പോൾ ഒരു 3,000 യൂണിറ്റേ തരുന്നുള്ളൂ. 3,000 യൂണിറ്റ് അതിൽ നിന്ന് ഔട്ട്പുട്ട് ഉള്ളൂ. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്തു, ഒരു 15,000 രൂപന്റെ റിപ്പയറും ചെയ്തു. മെഷീനെ 15,000 രൂപന്റെ റിപ്പയർ ചെയ്തു. 3,000 യൂണിറ്റ് തന്നുകൊണ്ടിരുന്ന മെഷീൻ ഇപ്പോൾ 3,000 എന്നല്ല തരുന്നത്, അതിന് പകരം 10,000 യൂണിറ്റ് തരാൻ തുടങ്ങി. അതെന്തുകൊണ്ടാ, നമ്മൾ ഈ 15,000ത്തിന്റെ ഒരു റിപ്പയർ ചെയ്തതോടുകൂടി 10,000 യൂണിറ്റ് ഔട്ട്പുട്ട് തരാൻ തുടങ്ങി. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ചപ്പൽ ഉണ്ടാക്കുന്ന മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം 3,000 യൂണിറ്റ് ചപ്പൽ തന്നുകൊണ്ടിരുന്ന മെഷീനെ നമ്മൾ റിപ്പയർ ചെയ്തു. റിപ്പയർ 15,000 രൂപക്ക് നമ്മൾ റിപ്പയർ ചെയ്തു. അതോടുകൂടി ഈ ചപ്പൽ ഉണ്ടാക്കുന്ന മെഷീൻ എത്ര യൂണിറ്റ് തരാൻ തുടങ്ങി, 10,000 യൂണിറ്റ് ചപ്പൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരാൻ തുടങ്ങി. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഒരു PPE നമ്മൾ റിപ്പയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ സബ്സിക്വന്റ് മെഷർമെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സബ്സിക്വന്റ് എക്സ്പെൻഡിച്ചർ മൂലം ആ മെഷീന്റെ അല്ലെങ്കിൽ ആ PPE അല്ലെങ്കിൽ ആ ഫിക്സഡ് അസറ്റിന്റെ പെർഫോമൻസ് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഷുഡ് ബി ക്യാപിറ്റലൈസ്. ആ എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ എത്രയെന്ന് ബാക്കി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ മെഷീന്റെ വാല്യൂ എത്രയും ബാക്കി ഉണ്ടായിരുന്ന അക്കൗണ്ട്സിൽ 2,000 ഉണ്ടായിരുന്നുള്ളൂ. ആ 2,000ത്തിന്റെ കൂടെ നമ്മൾ ഏതും കൂടി കൂട്ടണം, ഇപ്പൊ ചെയ്ത റിപ്പയറിന്റെ എമൗണ്ട് 15,000 കൂടി കൂട്ടണം. അതായത് നിങ്ങൾ എന്ത് എൻട്രി ഇടരുത്, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് അക്കൗണ്ട് 15,000 ടു ക്യാഷ് എന്നിടുന്നതിന് പകരം നിങ്ങൾ എന്തിടണം, മെഷീൻ അക്കൗണ്ട് 15,000 ടു ക്യാഷ് ഇടണം. ഈവൻ ദോ ഇത് റിപ്പയർ ചെയ്തതാണ്, റിപ്പയർ എക്സ്പെൻസ് ആണ്, പക്ഷെ P&L നോക്കിക്കഴിഞ്ഞാൽ റിപ്പയർ എന്ന് പറഞ്ഞിട്ട് 15,000 കാണൂല. പകരം എവിടെ കാണുള്ളൂ, അസറ്റിന്റെ കൂടെ 15,000 കൂട്ടിയിട്ടുണ്ടാവും. എന്നാൽ അതേ സ്ഥാനത്ത് സെയിം സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇതേ മെഷീൻ തന്നെ, ഓക്കെ, 2,000 ബുക്ക് വാല്യൂ ഉള്ള ഒരു മെഷീൻ ഉണ്ട്, മെഷീൻ 1 ഉണ്ട്. ആ മെഷീന് 3,000 യൂണിറ്റ് തരുന്ന മെഷീൻ ആയിരുന്നു. നിങ്ങളോട് ഓണർ പറഞ്ഞത് ഇതിന്റെ റിപ്പയർ ഒന്നും ചെയ്യണം എന്ന് പറഞ്ഞു. റിപ്പയർ ചെയ്തു. റിപ്പയർ ചെയ്തിട്ടും മെഷീന് പ്രത്യേകിച്ച് യൂണിറ്റിലൊന്നും വ്യത്യാസമില്ല. സെയിം 3,000 യൂണിറ്റ് തന്നെ തരുന്നുണ്ട്. കുറച്ച് കാലം കൂടി എന്ത് ചെയ്യും, ഈ മെഷീൻ ഒന്ന് വർക്ക് ചെയ്യുന്നു മാത്രം. അതിന്റെ പെർഫോമൻസിൽ എന്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മെഷീൻ റിപ്പയർ ചെയ്തതിന് എത്ര ആയിട്ടുണ്ട്, 15,000 ദിർഹംസ് ആയിട്ടുണ്ട്. ഈ 15,000 ദിർഹംസിനെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ക്യാപിറ്റലൈസ് ചെയ്യേണ്ട, പകരം എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് അക്കൗണ്ട് ഡെബിറ്റ് 15,000 ടു ക്യാഷ് അക്കൗണ്ട് 15,000. സോ ഡിഫറൻസ് എന്താ, നിങ്ങൾ ഒരു ഫിക്സഡ് അസറ്റിനെ വീണ്ടും എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ, റിപ്പയർ പോലത്തെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ മൂലം ഈ ഫിക്സഡ് അസറ്റിന്റെ പെർഫോമൻസിൽ ഇൻക്രീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ക്യാപിറ്റലൈസ് ചെയ്യണം. പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിലോ എക്സ്പെൻസ് ചെയ്താൽ മതി. ഡയറക്റ്റ് എന്ത് ചെയ്യുക, P&L എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കമ്പനിയിൽ എപ്പോഴും ഞാൻ പറഞ്ഞു, ഒരു കമ്പനിയിൽ എപ്പോഴും എന്തുണ്ടാവും, റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടാവും,
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടാവും. വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും എന്തല്ല, റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല. ചില എക്സ്പെൻഡിച്ചർ ഒക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാ, അതായത് അത് അസറ്റ് സൈഡിലേക്ക് പോകേണ്ടതാണ്. ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ സാലറി റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, അല്ലെ, റെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ റിപ്പയറിലൊക്കെ പലപ്പോഴും എന്തുണ്ടാവും, റവന്യൂ അല്ലാതെ ക്യാപിറ്റൽ നാച്ചുറലുള്ള എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടാവും. ക്യാപിറ്റൽ നാച്ചുറലുള്ള എക്സ്പെൻഡിച്ചർ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഫിക്സഡ് അസറ്റിന്റെ അല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂവിന്റെ കൂടെ കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ ഇതും കൂടി എന്ത് ചെയ്യണം, സബ്സിക്വന്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട് ഇതും കൂടി ശ്രദ്ധിക്കണം. ഇതും PPE വരുന്ന ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ ആണോ? ഇത് മനസ്സിലാക്കണോ? ഓക്കെ അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ റോക്കറ്റ് സയൻസ് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇത് പ്രാക്ടിക്കലാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ റിപ്പയർ ചെയ്തു, നമ്മുടെ അടുത്ത് ഇപ്പൊ റിപ്പയർ ചെയ്തതിന്റെ കോസ്റ്റ് വന്നു. പക്ഷെ ഇത് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അസെർട്ട് ചെയ്യുന്നത് വരെ അറിയാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അറിയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത് എക്സ്പെൻസ് ചെയ്യാനേ പറ്റുള്ളൂ, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിയാൻ പറ്റണം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോർമൽ കേസിൽ അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് തന്നെ പോകും അല്ലെ? അതെ, നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദിസ് അപ്ലിക്കബിൾ ഓൺ വെഹിക്കിളിൽ അപ്ലിക്കബിൾ ആയാലും ഭയങ്കര പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. കാരണം വെഹിക്കിളിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തു എന്ന് നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വെഹിക്കിളിന് എന്ത് ചെയ്തു, മൈലേജ് പെർഫോമൻസ് കൂടി, മൈലേജ് കിട്ടുന്നത് എന്ത് ചെയ്തു, നിങ്ങളെ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് കൂടെ മൈലേജ് കൂടി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെഹിക്കിളിന്റെ എമൗണ്ടിന്റെ കൂടെ കൂട്ടാം. എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യണ്ട, P&L റൈറ്റ് ഓഫ് ചെയ്യണ്ട. ഓക്കെ, പക്ഷെ അത് പ്രാക്ടിക്കലി അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ പറഞ്ഞ പോലെ അതിന്റെ ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. കാരണം ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻ വരെ എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സക്കയിലേക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ FTA-യിലേക്കാണെന്നുണ്ടെങ്കിൽ UAE ആണെങ്കിൽ FTA ആണെന്നുണ്ടെങ്കിലും സൗദിയിലാണെങ്കിൽ സക്കയിലാണെന്നുണ്ടെങ്കിലും ഓഡിറ്റ് വരുന്ന സമയത്ത് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും ഈ പറഞ്ഞ പോലെ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും എന്ത് ചെയ്യും, ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ ടീം എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് ചോദിക്കും. അപ്പൊ നമുക്ക് ക്ലിയർലി പ്രൂവ് ചെയ്യാൻ പറ്റണം എന്ത്, ഇങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ നടത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് എന്തുണ്ട്, ഇത്ര ഔട്ട്പുട്ടിൽ റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്യാപിറ്റലൈസ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, P&L എക്സ്പെൻസ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ പറയുക ചെയ്യാം. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ പറ്റണം. അത് മോസ്റ്റ് പ്രാക്ടിക്കൽ നമുക്ക് കേസ് ഫാക്ടറീസിലും ബിൽഡിങ്ങിലും അല്ലെങ്കിൽ മെഷീനറീസിലൊക്കെയാണ്. മെഷീനറീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്ലിയർലി പറയാൻ പറ്റും അല്ലെ, മെഷീന് കഴിഞ്ഞ വർഷം 15,000 യൂണിറ്റ് തന്നിരുന്ന മെഷീൻ ഈ ഒരൊറ്റ റിപ്പയറോടുകൂടി എന്തായി 15,000 ഉള്ളത് 20,000 യൂണിറ്റ് തരാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, മെഷീന്റെ എമൗണ്ടിന്റെ കൂടെ ക്യാപിറ്റലൈസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഓക്കെ, നമ്മളിപ്പോ ആ രീതിയിൽ കാണിക്കാന്ന് കൂട്ടിക്കോ. അപ്പൊ നമ്മൾ അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് വെക്കേണ്ടി വരില്ലേ? അതിന്റെ ഇൻവോയ്സ് വെച്ചാൽ മതി. ആയാലും ഇൻവോയ്സ് വെച്ചാൽ മതി. അല്ല, റിപ്പയർ മെയിൻ്റെനൻസിന്റെ ഇൻവോയ്സ് അല്ല, ഒരു ലാൻഡ് ആണെങ്കിൽ ലാൻഡിന്റെ എന്ത് വെക്കും? ലാൻഡിന് അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പെർഫോമൻസ് ഇംപ്രൂവ് ഇല്ലല്ലോ. ലാൻഡിന് എപ്പോഴും അപ്രീസിയേഷനെ നടക്കുള്ളൂ. ഇപ്പൊ ലാൻഡുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അപ്രീസിയേഷൻ വന്ന് ആ ഒരു ഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബിൽഡിംഗ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 10,000 വാല്യൂ ഉള്ളത് ഈ ഒരു 2 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം നമ്മുടെ ആ ഒരു ഏരിയയിൽ നമുക്കത് 15ന്റെ അടുത്ത് വാല്യൂ വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ജേണൽ എൻട്രി ആയിട്ട് എന്തായി ഒരു 5,000 ആഡ് ചെയ്ത്, അപ്പൊ നമ്മള് അതിന് സപ്പോർട്ടിംഗ് ആയിട്ടൊരു ഡോക്യുമെന്റ് വെക്കണ്ടേ? വാല്യൂഷൻ ഓഫീസറുടെ ഡോക്യുമെന്റ് വെക്കണം. വാല്യൂഷൻ ഓഫീസറുടെ ഡോക്യുമെന്റ് വെക്കണം. ഈ പ്രോപ്പർട്ടി വാല്യൂ ചെയ്തിട്ടുണ്ട്, വാല്യൂ ചെയ്ത പ്രകാരം ഇത്ര എമൗണ്ട് കൂടിയിട്ടുണ്ട് എന്നുള്ള പ്രോപ്പർ വാല്യൂഷൻ ഓഫീസറുടെ ഡോക്യുമെന്റ് വെക്കണം. അത് പ്രകാരമാണ് നമ്മൾ വാല്യൂ. അത് എല്ലാത്തിലും ആപ്ലിക്കബിൾ അല്ല. അതായത് എല്ലാ നമ്മളിപ്പോ മെഷീനറി ആയാലോ വെഹിക്കിൾ മെഷീനറി ആയാലും നമുക്ക് പറയാം. വലിയ മെഷീനറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഓഫീസറെ സർട്ടിഫിക്കറ്റ് അതിന്റെ കൂടെ വെക്കണം. ക്വാളിറ്റി ഓഫീസർ പറയാണ് പണ്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ഇത്ര കൂടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണ്. അത് നല്ലതാണ്. ഇത് ഇയർലി അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ 5 വർഷം കൂടുമ്പോൾ ഇത് നിർബന്ധമായിട്ട് ചെയ്തോളണം എന്നൊരു ഇതുണ്ടോ? അങ്ങനെ നമുക്ക് ചെയ്യണം അങ്ങനെയൊന്നുമില്ലല്ലോ, നിർബന്ധമുള്ള കേസല്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, നമ്മളെ ഇഷ്ടമാണ്, നമുക്ക് വാല്യൂ ചെയ്യുന്നത്. ഇത് എപ്പോഴും ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ FS ഒക്കെ വെക്കുക ഒരു ഇൻവെസ്റ്റർ മുന്നിലേക്കൊക്കെ വെക്കുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും റീവാല്യൂഡ് ഫിഗറിലാണ് നോക്കുക. ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും ബുക്ക് വാല്യൂവിൽ ചെക്ക് ചെയ്യില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നല്ല വൃത്തിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങളൊരു ഇൻവെസ്റ്റർ മുന്നിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇൻവെസ്റ്റർ ഡ്യൂ ഡിലിജൻസ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ നടത്തും. ഡ്യൂ ഡിലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കമ്പനിനെ കുറിച്ചുള്ള റിസർച്ച് ഇൻവെസ്റ്റർ നടത്തുന്ന പ്രൊസീജിയറാണ്. ഇൻവെസ്റ്റർ നോക്കുകയാണ്, നിങ്ങൾ വെച്ച ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് വേറൊരു ബോർഡിനെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യും, ആ കമ്പനി ഈ പറഞ്ഞ പോലെയൊക്കെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പൊ അവർ ചെക്ക് ചെയ്യുമ്പോൾ ഈ ബുക്സിലുള്ള വാല്യൂ ഒന്നും അല്ല അവർ ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്യുമ്പോൾ അവർ ഈ ബുക്സിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്തുള്ള വാല്യൂ ഒന്നും അല്ല അവർ ചെക്ക് ചെയ്യുക.
അവർ നോക്കുക ഫെയർ വാല്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫെയർ വാല്യൂ ആണ് അവർ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ബുക്സിൽ നിങ്ങളെ ബിൽഡിങ്ങിന് 20,000 രൂപ കാണിച്ചിട്ടുണ്ട്. ഈ ഡ്യൂ ഡിലിജൻസ് നടത്തുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ടീം എന്ത് ചെയ്യും? നിങ്ങളുടെ ബിൽഡിംഗ് വന്നിട്ട് ആ പരിസരവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവർ വാല്യൂ ചെയ്തിട്ട് പറയും ഈ ബിൽഡിങ്ങിന് ഇപ്പൊ എത്ര ഇല്ല, 20,000 ഒന്നുമില്ല, ഈ ബിൽഡിംഗ് ഇപ്പൊ ഏറിയ വിറ്റാൽ എത്ര കിട്ടുള്ളൂ, 5,000 കിട്ടുള്ളൂ, അതിന്റെ ഫെയർ വാല്യൂ 5,000 ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് എന്ത് ചെയ്യുക? ഈ വാല്യൂ ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരു കമ്പനി എപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻവെസ്റ്റർ മുന്നിലേക്ക് വെക്കുന്ന ടൈപ്പ് ഓഫ് കമ്പനിയൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ വർഷാവർഷം ഈ പറഞ്ഞ വാല്യുവേഷൻ നടത്തും. അവരുടെ ഫിക്സഡ് അസറ്റും അവരുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? വാല്യൂ എടുത്ത് നോക്കിയിട്ട് കറക്റ്റ് അല്ലേ, വാല്യുവേഷൻ പ്രകാരവും അല്ലെങ്കിൽ ഫെയർ വാല്യൂ പ്രകാരവും ബുക്ക് വാല്യൂവും തമ്മിൽ മാച്ച് അല്ലേ, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് എന്ത് ചെയ്യും? ഈ രീതിയിൽ ചെക്ക് ചെയ്യും. അതല്ല, ഇൻവെസ്റ്റർ മുന്നിലേക്കൊന്നും പോകുന്നില്ല, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇൻവെസ്റ്റർ മുന്നിലേക്കൊന്നും കൊണ്ടുപോകണില്ല, നിങ്ങൾ ഇന്റേണലി മാത്രം ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? ഈ പറഞ്ഞ ഫെയർ വാല്യൂ നടത്തുന്നില്ല. ഓക്കെ, ചിലപ്പോൾ മാത്രം എന്ത് ചെയ്യുള്ളൂ? നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, എല്ലാ വർഷവും ഇത് ചെയ്തിരിക്കണം എന്ന് നിർബന്ധമില്ല. എല്ലാ വർഷം ചെയ്യണം എന്ന് നിർബന്ധമുള്ള അല്ലെങ്കിൽ ചെയ്യണം എന്ന് ആവശ്യമുള്ള ഒരു സാധനമുണ്ട്, ഇമ്പയർമെന്റ്. ഓക്കെ, അത് നമുക്ക് ഇനി പറയാനുള്ളതാണ് ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞ സാധനം. അത് നമുക്ക് ചെയ്യൽ ആവശ്യമുള്ള കേസ് ഉണ്ട്, നമുക്ക് പറയാം. പിന്നെ സമീർ ഷബ പറയുന്നത് എന്താ? മെഷീൻ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എങ്ങനെ ജേർണൽ എൻട്രി സബ്സിക്വന്റ് എക്സ്പെൻഡിച്ചർ ആണ്? മെഷീൻ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഒന്നുമില്ല, നമ്മൾ മെഷീൻ അക്കൗണ്ടിലേക്ക് തന്നെ ചെയ്യാം. മെഷീൻ അക്കൗണ്ട് ഇപ്പോൾ മെഷീൻ അപ്ഗ്രേഡ് ചെയ്ത എമൗണ്ട് റിപ്പയറിന്റെ എമൗണ്ട് ഉണ്ടാവല്ലോ. ഇപ്പോൾ 5,000 ആണ് റിപ്പയർ വന്നതെങ്കിൽ ആ 5,000 എന്ത് ചെയ്യുക? റിപ്പയർ എന്നുള്ളതിന് പകരം എന്ത് ചെയ്യുക? മെഷീൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക, അസറ്റിലേക്ക് ഡെബിറ്റ് ചെയ്യുക, ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുക. സിമ്പിൾ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചോട്ടെ. നേരത്തെ ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ലേ, അപ്പൊ ഈ നമ്മൾ ഇപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ സിമെന്റ്, കമ്പി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൺസ്യൂം ചെയ്ത് പോകുന്നതാണെങ്കിലും അതപ്പോൾ അത് അസറ്റിലോട്ടാണോ അതിന്റെ എക്സ്പെൻസ് ഒക്കെ കാണിക്കുക? ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അസറ്റിന്റെ കൂടെ കയറ്റും, അസറ്റിന്റെ കോസ്റ്റിലേക്കല്ലേ അതൊക്കെ പോകേണ്ടത്? അസറ്റിന്റെ കോസ്റ്റിലേക്കല്ലേ പോവാം. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, നിങ്ങളൊരു ഉദാഹരണത്തിന് ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു കാര്യം കൂടി, ഒരു വർക്കിംഗ് പ്രോഗ്രസ്സും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ കൂട്ടത്തിൽ പറയാം. ഇപ്പോൾ ചില കമ്പനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വർക്കിംഗ് പ്രോഗ്രസ് അല്ലെങ്കിൽ WIP. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് പല സ്റ്റേജുകൾ ഉണ്ടാവും. നമുക്കൊരു പെട്ടെന്ന് ഒരു ബിൽഡിംഗ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും? കുറേ എക്സ്പെൻസ് വരും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിമെന്റ് വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കമ്പി വരാം, കാര്യങ്ങൾ വരാം, ടൈല് കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ സിമെന്റിനും ഇതിനൊക്കെ എന്ത് ചെയ്യും? എക്സ്പെൻസ് ആയിട്ട് ബുക്ക് ചെയ്യുന്ന എക്സ്പെൻസ് നമ്മൾ ഇങ്ങനെ എടുക്കും. പക്ഷെ നമ്മുടെ ഓൺ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓൺ ബിൽഡിംഗ് ആണ്, നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ബിൽഡിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് ആക്ച്വലി നമ്മുടെ എന്താണ്? നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് ആണ് അല്ലേ? നമ്മളൊരു ഫിക്സ്ഡ് അസറ്റ് പുറത്തുനിന്ന് വാങ്ങുന്ന പോലെ തന്നെ നമ്മൾ ഓൺ ചെയ്യാണ്, ഫിക്സ്ഡ് അസറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഫിക്സ്ഡ് അസറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്യാം, സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഒരു മെഷീൻ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം, ബിൽഡിംഗ് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഇതൊക്കെ എന്താണ്? നമ്മളെ ഫിക്സ്ഡ് അസറ്റ് ആണ് അല്ലെങ്കിൽ PP ആണ്. അപ്പൊ ഈ ബിൽഡിംഗ് എന്താണ്? നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഫിക്സ്ഡ് അസറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫിക്സ്ഡ് അസറ്റിന്റെ എമൗണ്ടിൽ പെടുന്നതാണെന്ത്? നിങ്ങൾ അവിടെ വരുത്തുന്ന എല്ലാ ചെലവും, സിമെന്റിന്റെ എമൗണ്ടും, കമ്പിന്റെ എമൗണ്ടും, ടൈൽസിന്റെ എമൗണ്ടും, ഇലക്ട്രിക്കൽ എമൗണ്ടും, ഈവൻ അതിന്റെ ലേബർ ചാർജ് വരെ എന്താണ്? ആ ഫിക്സ്ഡ് അസറ്റുമായി ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. അല്ലാതെ നിങ്ങളെ കമ്പനീന്റെ എന്തല്ല P&L കൊണ്ടുപോകേണ്ട എക്സ്പെൻസ് അല്ല, കമ്പനിയുമായി ബന്ധിക്കുന്ന എക്സ്പെൻസ് അല്ല അത്. പകരം എന്താണ്? അതൊരു അസറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന എക്സ്പെൻസുകളാണ് അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യണം? ഫിക്സ്ഡ് അസറ്റിന്റെ എമൗണ്ടിന്റെ കൂടെ കൂട്ടണം. ഏതാണോ ആ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ എമൗണ്ടിലേക്ക് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ബിൽഡിംഗ് 1ലേക്ക് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ എമൗണ്ടുകൾ ഇങ്ങനെ കൂടുക. ബിൽഡിംഗ് എമൗണ്ടിലേക്ക് സിമെന്റ് ചാർജ് വന്നു കഴിഞ്ഞാൽ സിമെന്റിന്റെ എമൗണ്ട് കൂട്ടുക. ബിൽഡിംഗിന്റെ എമൗണ്ടിലേക്ക് കമ്പിന്റെ ചാർജ് വന്നു കഴിഞ്ഞാൽ കമ്പിന്റെ, അത് ചിലപ്പോൾ 2-3 ജേർണൽ എൻട്രി വഴി പോകേണ്ടി വരും. കാരണം സിമെന്റ് ചെയ്യുക ഒരു വെണ്ടർ ആയിരിക്കും, കമ്പി ചെയ്യുക വേറെ വെണ്ടർ ആയിരിക്കും, ഇലക്ട്രിസിറ്റി വേറെ വെണ്ടർ ആയിരിക്കും. അപ്പൊ അതിനൊക്കെ ഓരോരോ പാർട്ടി ലെഡ്ജർ ഉണ്ടാക്കേണ്ടി വരും, ആ എൻട്രിയിലേക്ക് അടിക്കേണ്ടി വരും. ബട്ട് അൾട്ടിമേറ്റ്ലി അതിനൊക്കെ ജേർണൽ എൻട്രി അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ ഫിക്സഡ് അസറ്റിലേക്ക് എന്ത് ചെയ്യണം? അത് പാസ് ചെയ്ത് കൊണ്ടുവന്നിടണം. ഇനി ഇൻ ബിറ്റ്വീൻ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? FS ഫൈനലൈസ് ആയില്ല. ഒരു ഉദാഹരണത്തിന് ഒരു ബിൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബിൽഡിങ്ങിന്റെ വർക്ക് ഒരു 60% ആയിട്ടുള്ളൂ, 40% ബിൽഡിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പൊ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാൻ പറ്റില്ല? ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് നേരെ കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റില്ല. കാരണം ബിൽഡിംഗ് എന്തായിട്ടില്ല? വർക്ക് പൂർത്തിയായിട്ടില്ല.
അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞ പരിപാടി യൂസ് ചെയ്യുക. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പരിപാടി വർക്കിംഗ് പ്രോഗ്രസ് ആണ്, പേര് പോലെ തന്നെ ഇതെന്താണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ, ഇപ്പോൾ 2025 ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യാണ്, 2025 ഡിസംബർ എൻഡ് ചെയ്യാണ്. ഡിസംബർ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനി എന്തുണ്ട്, കുറെ സിമെന്റ്, കുറെ ടൈല്, കുറെ ഇലക്ട്രിക് പരിപാടിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബിൽഡിംഗ് നമ്മൾ വർക്ക് നടക്കുന്നുണ്ട്, നമ്മളെ സ്വന്തം ബിൽഡിംഗ് ആണ്, നമ്മൾ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ആ ബിൽഡിംഗ് എന്ത് ചെയ്തില്ല, 60% കഴിഞ്ഞിട്ടുള്ളൂ. ആ ബിൽഡിംഗ് എന്ത് ചെയ്തില്ല, 40% ഇനിയും പണി പൂർത്തിയാക്കാണ്ട്. അപ്പൊ നമുക്ക് ഈ ചാർജ് എല്ലാതും കൂടി എന്തിലേക്ക് ഇടാൻ പറ്റില്ല, ഫിക്സഡ് അസറ്റിലേക്ക് ഇടാൻ പറ്റില്ല. കാരണം ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ, ഫിക്സഡ് അസറ്റ് ഓൾവേസ് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം, അത് റെഡി ആയിരിക്കണം, റെഡി ടു യൂസ് ആയിരിക്കണം. നമുക്ക് യൂസ് ചെയ്യാനുള്ള റെഡി ഉള്ള മൊമെന്റിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫിക്സഡ് അസറ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഇതെന്തല്ല, റെഡി ടു യൂസ് അല്ല, കാരണം 60% ഈ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ എമൗണ്ട് ഒക്കെ കൂടി കൊണ്ടിട്ട് എന്ത് ചെയ്യാം, വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു അസറ്റിന്റെ അണ്ടറിൽ, കറന്റ് അസറ്റിന്റെ അണ്ടറിലും കാണിക്കാം, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിന്റെ അണ്ടറിലും കാണിക്കാം. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് ആ ഹെഡിന്റെ അകത്തേക്ക് എന്ത് ചെയ്യാം, ഈ സിമെന്റിന്റെ ചാർജും ഈ ടൈൽസിന്റെ ചാർജും ഇലക്ട്രിക് ചാർജും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാർജ് ചെയ്ത് വെക്കാം. എന്നിട്ട് 2026 നിങ്ങളുടെ ബിൽഡിംഗ് എന്തായി, പണി പൂർത്തിയായി. പണി പൂർത്തിയായപ്പോൾ ഈ വർക്കിംഗ് പ്രോഗ്രസ്സിന് ഇല്ലല്ലോ, അവിടുന്ന് നേരെ എന്ത് ചെയ്യുക, അവിടുന്ന് ഒരു എൻട്രി ഇട്ടിട്ട് നേരെ ബിൽഡിംഗ് എൻട്രിയിലേക്ക് എന്ത് ചെയ്യുക, അതിനെ ക്ലോസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഇതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും, ഇതിനെ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ആ ജേണൽ എൻട്രി ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒരു ജേണൽ എൻട്രി ഇട്ടിട്ട് ആ ലെഡ്ജർ, ഇവിടുത്തെ ലെഡ്ജർ ക്ലോസ് ചെയ്യുക, ഈ ലെഡ്ജർ ഓപ്പൺ ചെയ്യുക. ഈ രീതിയിൽ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ ചെയ്യുക. ഓക്കെ ആയോ, മനസ്സിലായോ? ഓക്കെ ഓക്കെ അല്ലേ? അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ, നമ്മളൊന്നും നിർത്തിയില്ല എന്ന് പറഞ്ഞതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഡിപ്രീസിയേഷന്റെ കേസ് പറഞ്ഞു, പിന്നീട് സബ്സിക്വന്റ് മെഷർമെന്റ് പറഞ്ഞു, അതിലാണ് നമ്മൾ റീവാലുവേഷന്റെ കേസ് ഒക്കെ പറഞ്ഞത്. പിന്നീട് സബ്സിക്വന്റ് എക്സ്പെൻഡിച്ചർ പറഞ്ഞു, അതിലാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഒരു ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള പഠിച്ച്. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, നെക്സ്റ്റ് ഡേ നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞ ഒരു കേസാണ്. ഒരുപാടൊന്നുമില്ല, ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 15 മിനിറ്റ് അല്ല, ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പയർമെന്റിന്റെ കൺസെപ്റ്റും കൂടി പറയാനുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് നാളത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫിക്സഡ് അസറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ PPE റിലേറ്റഡ് ഡിസ്കഷൻസ് നാളത്തോടു കൂടി എന്ത് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ ഓക്കെ അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യട്ടെ? ഓക്കെ, ശരി. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്ലാസ്സില്. ചോദിക്കേ. ഫിക്സഡ് അസറ്റിന്റെ കുറച്ചു മുമ്പ് ഒരു ഇത് പറഞ്ഞിരുന്നു, അതായത് അതിൽ വരുന്ന എക്സ്പെൻസ് ഫിക്സഡ് അസറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോഴ് ഈ കസ്റ്റംസ് ഡ്യൂട്ടി, ഫ്രൈറ്റിംഗ് ചാർജ്, ട്രാൻസ്പോർട്ട്, ഇതൊക്കെ വേറെ 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 പാർട്ടിയൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഇത് സപ്ലയർ ഇൻവോയ്സ് തന്നെ ബുക്ക് ചെയ്യുന്നത്. അതെ, അത് ഇതിങ്ങനെ അപ്പോൾ നമ്മളെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഓൾറെഡി ഒരു സപ്ലയറിന് വേണ്ടിയിട്ടൊരു ഫിക്സഡ് ഒരു ലെഡ്ജർ അസൈൻ ചെയ്ത് വെച്ചിരിക്കുമല്ലോ, അപ്പൊ അതിലേക്കല്ലേ ഓട്ടോമാറ്റിക്കലി പോകുള്ളൂ? ഉണ്ടാവും, പിന്നെ അതിന് ക്ലോസ് ചെയ്താൽ മതി നിങ്ങള്. ഓ, അതിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇട്ട് മാറ്റേണ്ടി വരും. അതെ അതെ, ഓക്കെ 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 അല്ലേ? മനസ്സിലായില്ലേ? എക്സാമ്പിൾ പറയണോ? വേണ്ട, പക്ഷെ ഇന്നലെ ഈ നമ്മളെ ഉബൈദ് ഇതുപോലെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നെ നമ്മള് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കാൻ കാര്യം. മനസ്സിലായി. പല ടൈമിലാണ് കാര്യം എന്നുണ്ടെങ്കിൽ എന്താ വരിക എന്ന് ചോദിച്ചിരുന്നു, അതല്ലേ? അതെ അതെ. പല ടൈമിലാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ആ ലെഡ്ജറിന് നേരെ ഇങ്ങോട്ട് എൻട്രി ഇട്ടിട്ട് ക്ലോസ് ചെയ്താൽ മതി. ഏത് ഫിക്സ്ഡ് അസറ്റ് ആണോ അതിലേക്ക് ആഡ് ചെയ്താൽ മതി. അത് പിന്നെ നമ്മളത് ഏത് ഇതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് അത് തീരുമാനത്തിൽ എത്തിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് മാറ്റി ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒക്കെ ഞാൻ ഒന്ന് പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒക്കെ നമുക്കൊരു വെണ്ടർ തന്നെ ഉണ്ടാവും. ആ വെണ്ടർ ലെഡ്ജറിലേക്ക് വന്നിട്ട് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ എക്സ്പെൻസിൽ എടുക്കുകയായിരിക്കും. അപ്പൊ അത് ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പെൻസ് ഒഴിവാക്കിയിട്ട് നേരെ എന്ത് ചെയ്താൽ മതി, ഈ ഫിക്സഡ് അസറ്റ് ജേണൽ എൻട്രി ഇട്ട് ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, സോ നാളെ കാണാം. ബൈ ബൈ.